വെൽക്കം ടു MIT അക്കാദമിക് ക്ലാസ്സസ്. ഇപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറാണ്. ക്ലിയർ എക്സാമിന് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് 40 ചോദ്യങ്ങളാണ് വരുന്നത്, 40 മാർക്കിനായിട്ട്. അപ്പോൾ ഇതിൽ 10 ചോദ്യങ്ങൾ വരുന്നത് കോംപ്രിഹെൻഷനിൽ നിന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് കോംപ്രിഹെൻഷനിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു പാസേജ് തരും, ഏകദേശം വലിയൊരു പാസേജ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമയം എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. പലരും ചെയ്യുന്നൊരു കാര്യമാണ് കോംപ്രിഹെൻഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഏറ്റവും ഒടുവിൽ ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ എല്ലാം ചെയ്തു വരുമ്പോൾ അവസാനം ഒട്ടും സമയം കിട്ടില്ല, വളരെ തിരക്കാവും, അപ്പോൾ എല്ലാവരും അത് വിട്ടുകളയും. ഏറ്റവും എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. ഇതിനാദ്യം നമുക്ക് വേണ്ടത് വളരെ പെട്ടെന്ന് റാപ്പിഡായിട്ട് എങ്ങനെ ഈ പാസേജ് വായിക്കാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്കിം റീഡിംഗ് പ്ലസ് സ്പീഡ് റീഡിംഗ് ആണ് വേണ്ടത്. ഇത് നമ്മൾ വായിക്കുമ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ആദ്യത്തെ ഒരു സെൻറ്റൻസ് വായിക്കും, അപ്പോൾ അത് മനസ്സിലാവില്ല, ഡിഫിക്കൽട്ട് വേർഡ്സ് ഉണ്ടാവും, അപ്പോൾ അത് വീണ്ടും വീണ്ടും വായിക്കും, മനസ്സിലാവുന്ന വരെ ഒരു സെൻറ്റൻസ് മാത്രം വായിക്കാൻ നോക്കും, അപ്പോൾ ഒരുപാട് സമയം അതുമായി റിലേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ 2-3 സെൻറ്റൻസുകൾ ഒരുമിച്ച് വായിക്കാം. കുറച്ചങ്ങ് വായിച്ചു പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഒരു ഫിലിമൊക്കെ കാണുന്ന പോലെ സ്റ്റാർട്ടിങ് തന്നെ മനസ്സിലായില്ലെങ്കിലും ഒരു മിഡ് ഹാഫൊക്കെ എത്തുമ്പോഴത്തേക്കും ആദ്യത്തെ കാര്യം നമുക്ക് കിട്ടില്ലേ. അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ വരുമ്പോഴും സ്കിം റീഡിങ് ഉപയോഗിക്കാം. ആർട്ടിക്കിൾസ് പോലെ ദ, ഈസ്, ഹാവ് അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ സ്കിം ചെയ്ത് അവർക്ക് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ പാസേജ് വായിക്കുക. പാസേജ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ചോദ്യങ്ങളിലേക്ക് പോകാം. 10 ചോദ്യങ്ങളുണ്ടാവും. ഈ ചോദ്യങ്ങളൊന്ന് ഓടിച്ചിട്ട് വായിക്കുമ്പോൾ നമുക്ക് ചിലതിനൊക്കെ ആൻസർ അപ്പോൾ തന്നെ കിട്ടും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നത് ഈ പാസേജ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വാട്ട് അബൌട്ട് ദിസ് പാസേജ് ഡിസ്ക്രൈബ് എന്നാണ്. ചിലപ്പോൾ ഒരു മെഡിസിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നിങ്ങൾ ഇത്ര അധികം ബുദ്ധിമുട്ടി വളരെയധികം ഒരുപാട് തവണയൊന്നും വായിക്കേണ്ട കാര്യം ആ പാസേജ് ഇല്ലയെന്ന് മനസ്സിലാവും. പിന്നീടുള്ള എല്ലാ ചോദ്യങ്ങളും വായിച്ചു കഴിഞ്ഞതിന് ശേഷം കിട്ടാത്തത് വരുമല്ലോ, എന്നിട്ട് ഒന്നുകൂടി നിങ്ങൾ പാസേജിലേക്ക് പോവുക. ഇത്തവണ നിങ്ങൾ ഒന്നുകൂടി പാസേജ് വായിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യനിലേക്ക് മാത്രമേ പോകുള്ളൂ. ക്വസ്റ്റ്യനിലെ ആ കീവേഡ് എന്താണോ അതിലേക്ക് മാത്രം പോവുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് കുറച്ച് വൊക്കാബുലറിയാണ്. നമ്മുടെ വൊക്കാബുലറി നമ്മളെപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഡെയിലി ഒരു 10 വേർഡ്സ് വിത്ത് മീനിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫില്ലിങ് ദ ബ്ലാങ്ക്സിലൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. കുറച്ച് അറിയാത്ത വേർഡുകളൊക്കെ ആയിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുക. അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് വരുന്ന 2 ചോദ്യങ്ങളാണ് സിനോണിം ആൻഡ് ആൻറ്റോണിംസ്. സിനോണിം എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം ഒരേ അർത്ഥം വരുന്ന പദങ്ങൾ, സെറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് ഹാവിങ് സെയിം മീനിങ്. പര്യായ പദങ്ങൾ എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാവുന്നത് ടെൽ എന്ന് പറയില്ല, അതിൻ്റെ മറ്റൊരു സിനോണിമാണ് സേ. അതുപോലെ റീച്ച്ഡ്, അറൈവഡ്, ബ്യൂട്ടിഫുൾ, ലവ്ലി അങ്ങനെയുള്ള വേർഡുകളൊക്കെ ഒരേ അർത്ഥം വരുന്ന വേർഡുകളാണ്. ഇങ്ങനെയുള്ള വേർഡുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വരാം. ഫൈൻഡ് ദ സിനോണിം ഓഫ് വേർഡ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് ലവ്ലി എന്നുള്ള വേർഡ് പെട്ടെന്ന് തന്നെ കിട്ടണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ഞങ്ങൾ PDF ആയിട്ട് അയച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു 10-15 വേർഡുകൾ കാണാതെ ബൈ ഹാർട്ട് ചെയ്യുക വിത്ത് മീനിങ്. അപ്പോൾ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഓപ്ഷനിൽ നിന്ന് അതുമായി റിലേറ്റ് ചെയ്ത് അതേ മീനിങ് വരുന്നത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തത് വരുന്നതാണ് ആൻറ്റോണിംസ്. ആൻറ്റോണിംസ് എന്ന് പറയുമ്പോൾ വിപരീത പദങ്ങൾ, കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പദങ്ങളാണ്. അതിനിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചില വേർഡുകൾ ഫാസ്റ്റ്, അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് സ്ലോ. അതുപോലെ ഗുഡ് എന്നുള്ളതിൻ്റെയാണ് ബാഡ് വരുന്നത്. ചില വേർഡുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻറ്റോണിംസ് ആക്കി മാറ്റാൻ സാധിക്കും. ചില വേർഡുകൾക്ക് പ്രിഫിക്സുകളായിട്ട് നോൺ ആഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടിന്യൂസ്, നോൺ കണ്ടിന്യൂസ്. അതുമാതിരി ആഡ് ചെയ്യാം, UN ആഡ് ചെയ്യാം. അപ്പോൾ ഹാപ്പി, അൺഹാപ്പി, അങ്ങനെയൊക്കെ ഏബിൾ, അണേബിൾ, അങ്ങനെ ജസ്റ്റ് പ്രിഫിക്സുകൾ ആഡ് ചെയ്തുകൊണ്ട് ആൻറ്റോണിംസ് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ ചില വേർഡുകൾക്ക് ഡിസ് ഉപയോഗിക്കാം, DIS, അപ്പിയർ, ഡിസപ്പിയർ അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ആൻറ്റി ഉപയോഗിക്കാം, ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, അങ്ങനെയുള്ള ഒരുപാട് വേർഡുകളുണ്ട്. അതും നിങ്ങൾക്ക് ഫയൽ അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് വേർഡ്സുകൾ വിത്ത് ആൻറ്റോണിംസ് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മളിനി അടുത്തതായി നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ടെൻസസുകളാണ്. അപ്പോൾ ആക്ച്വലി 3 ടെൻസുകളാണ് നമ്മൾ മെയിൻലി പറയാറുള്ളത്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഇതിനകത്ത് ഓരോന്നിലും തന്നെ വീണ്ടും എഗെയിൻ 4 എണ്ണം വരുന്നുണ്ട്. നമുക്ക് പ്രസൻറ്റ് ടെൻസിനെ പറ്റി ആദ്യം പഠിക്കാം. അതിൽ നിന്ന് വരുന്ന 4 എണ്ണമാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ്, ആൻഡ് ലാസ്റ്റ് വൺ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്.
അപ്പോൾ ഇവ തമ്മിലുള്ള എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് യൂഷ്വൽ ഹാബിറ്റ്സുകളൊക്കെ കാണിക്കാൻ. ഇപ്പോൾ നമ്മൾ പറയും ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. പിന്നെ കോമൺ ട്രൂത്തുകൾ പറയാം, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. പിന്നെ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം എല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതാം. അപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയും അവൻ എഴുതുന്നു. അതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉദ്ദേശിക്കുന്നത്. ഹി റൈറ്റ്സ്. അപ്പോൾ അവൻ എഴുതുന്നു എന്നുള്ളൊരു മീനിങ് ആണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്നത്. ഈ റൈറ്റ്സ് എന്ന് പറയുന്നത് വരുന്നത് ഡസ് പ്ലസ് റൈറ്റ് നിന്നാണ്. ഡസ് പ്ലസ് റൈറ്റ്. ഇത് ഹീ ആയതുകൊണ്ടാണ് റൈറ്റ്സ് വന്നത്. സിംഗുലറിൻ്റെ കൂടെയാണ് റൈറ്റ്സ് വരുന്നത്, ഡസ് വരുന്നത്. നേരെ മറിച്ച് ദേ ആണെങ്കിൽ ദേ റൈറ്റ്, അവർ എഴുതുന്നു എന്നാണ് വരുന്നത്. നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് പോകാം. അത് ഉദ്ദേശിക്കുന്നത് അവൻ എഴുതുകയാണ് എന്നുള്ളതാണ്. വെർബ് ING ഫോമിലായിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ ജസ്റ്റ് വെർബ് V1 ഫോമിലായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വെർബ് ING ഫോമിലായിട്ട് വരുന്നു. സബ്ജക്റ്റ് പ്ലസ് വെർബ് ING ഫോം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഹി ഈസ് റൈറ്റിംഗ്. ഹി ഈസ് റൈറ്റിംഗ്. ഇവിടെ നമുക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് വെർബ് ING ഫോമിൽ. ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അവൻ എഴുതുകയാണ് എന്നാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറയുന്ന സംഭവങ്ങളെല്ലാം. അടുത്ത പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോം. അത് നമ്മൾ കൃത്യമായൊരു ഫോമിലേക്ക് അവൻ എഴുതിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ഹി ഹാസ് റിട്ടൺ. ഹി ഹാസ് റിട്ടൺ. പെർഫെക്റ്റ് ഫോമായി വെർബ് എന്ന് പറയുന്നത് V3 ഫോമിലേക്ക് വന്നിട്ടുണ്ട്. V3 ഫോം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോമാണ് ഇതിൻ്റെ സ്ട്രക്ചർ. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ടെസ്റ്റ്. അവൻ എഴുതിയിട്ടുണ്ട്. ഹി ഹാസ് റിട്ടൺ. അപ്പോൾ ഹാസ് വരുന്നത് സിംഗുലറിൻ്റെ കൂടെ. ഹി ആയതുകൊണ്ടാണ് ഹാസ് വന്നത്. സപ്പോസ് ഇവിടെ ദേ ആണെങ്കിൽ ഹാവ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും വെർബ് 3 ഫോം ആയിരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത നമുക്ക് വരുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് കണ്ടിന്യൂസ് ആയി പോവുകയാണ്. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നീട്ടി പറയുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ. പിന്നെ വെർബ് ING ഫോമിൽ. അതെന്താ കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് വെർബ് ING ഫോമിൽ വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹി ഹാസ് ബീൻ റൈറ്റിംഗ്. ഹി കൊടുക്കുക ഹാസ് ബീൻ റൈറ്റിംഗ്. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ വരുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് പാസ്റ്റ് ടെൻസിലുള്ള 4 ഫോമുകളാണ്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പ്രസൻറ്റ് മാറ്റി പാസ്റ്റ് ആക്കി. അങ്ങനെ 4 പേരുകൾ വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാം. അപ്പോൾ പാസ്റ്റ് ടെൻസുകൾ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അല്ലേ. അതിലാദ്യം തന്നെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് അവൻ എഴുതി. നേരത്തെ എന്തായിരുന്നു? സിമ്പിൾ പ്രസൻറ്റ് അവൻ എഴുതുന്നു എന്നായിരുന്നു. ഇവിടെ അവൻ എഴുതി കഴിഞ്ഞു ആ കാര്യം. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നത് ഹി റോട്ട്. അവൻ എഴുതി. ഹി റോട്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെർബ് 2 ഫോമാണ്. V2 ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ റോട്ട് വന്നത് ഇതിലൊരു ഓക്സിലറി ശരിക്കും ഉണ്ട്. ഡിഡ് പ്ലസ് റൈറ്റ്. ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ടായിട്ട് വരുന്നത്. പിന്നെ അടുത്താണ് പാസ്റ്റ് കണ്ടിന്യൂസ്. അവൻ എഴുതുകയായിരുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹി വാസ് റൈറ്റിംഗ്. ഹി വാസ് റൈറ്റിംഗ്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് വെർബ് ING ഫോമിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വാസ് ഓർ വേർ പ്ലസ് വെർബ് ING ഫോമിലായിരിക്കും വരുന്നുണ്ടാവുക. വാസ് ഉപയോഗിക്കുന്ന സിംഗുലറിൻ്റെ കൂടെയും വേർ വരുന്നത് പ്ലൂറലിൻ്റെ കൂടെ ആയിരിക്കും. അടുത്താണ് പാസ്റ്റ് പെർഫെക്റ്റ്. എന്ന് വെച്ചാൽ അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വെർബ് V3 ഫോമിലേക്ക് വരും. ഇവിടെ V3 ഫോമിലേക്ക് പെർഫെക്റ്റുകളിലല്ല. അതിപ്പോൾ പ്രസൻ്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും പെർഫെക്റ്റ് ഫോമുകളിൽ V3 ആയിരിക്കും വരുന്നുണ്ടാവുക.
നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ ഹി ഹാഡ് റിട്ടൺ, അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് റിട്ടൺ. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. തൊട്ട് മുന്നേ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആയിരുന്നു. ഇവിടെ അത് പാസ്റ്റ് ആയതുകൊണ്ട് ഹാഡ് ആണ് അവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി. അടുത്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്നുവെച്ചാൽ അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരർത്ഥമാണ് അവിടെ വരുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാഡ് ബീൻ. തൊട്ട് മുന്നേ ഹാസ് ഓർ ഹാവിൻ്റെ പ്രസൻറ്റിൻ്റെ കൂടെ ഹാസ് ഓർ ഹാവിൻ്റെ കൂടെ ബീൻ വന്നപ്പോൾ പാസ്റ്റിൽ ഹാഡിൻ്റെ കൂടെ ഒരു ബീൻ ചേർത്ത്. കുറച്ച് നീട്ടിയല്ലേ പറയുന്നത്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ബീൻ വരുന്നത്. ഹാഡ് ബീൻ പ്ലസ് വെർബ് ING ഫോം. അപ്പോൾ എങ്ങനെ പറയാം? ഹി ഹാഡ് ബീൻ റൈറ്റിംഗ്. വെർബിൻ്റെ കൂടെ ING ചേർത്തുകൊണ്ട് എഴുതാം. ഇനി നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചറിലെ 4 ടെൻസുകളാണ്. അതിൽ ആദ്യം വരുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ അവൻ എഴുതും എന്നുള്ളതാണ് പറയുന്നത്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഹി വിൽ റൈറ്റ്. ഹി വിൽ റൈറ്റ്, അവൻ എഴുതും. അപ്പോൾ ഇതിൽ നിന്ന് ഉപയോഗിക്കുന്ന ഓക്സിലറി വിൽ ഓർ ഷോൾ എന്നാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇന്ന സ്ഥലത്ത് ഷോൾ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഷോൾ ഉപയോഗിക്കുന്നില്ല, വിൽ മാത്രമേ. ഇപ്പോഴത്തെ ഇംഗ്ലീഷിൽ നമ്മൾ വിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അവൻ എഴുതും, അതാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഇത് നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് നോക്കാം. അത് വരുന്ന അവൻ എഴുതുകയായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഹി വിൽ ബി റൈറ്റിംഗ്. ഹി വിൽ ബി റൈറ്റിംഗ്. ഇവിടെ വന്ന വ്യത്യാസം കണ്ടിന്യൂസ് ആയതുകൊണ്ട് വെർബ് ING ഫോമിൽ വന്നു. വരുന്ന ഓക്സിലറി വിൽ ബി ആയിരിക്കും. സ്ട്രക്ചർ എന്ന് പറയുന്നത് വിൽ ബി പ്ലസ് വെർബ് ING ഫോമിലായിരിക്കും. ഇതാണ് ഇവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെ വെർബ് V3 ഫോമിലായിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹി വിൽ ഹാവ് റിട്ടൺ, അവൻ എഴുതിയിട്ടുണ്ടാകും എന്നുള്ളൊരർത്ഥത്തിലാണ് വരുന്നത്, ഉണ്ടാകും എന്നുള്ളതിൽ. He will have written. He will have written. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് will have എന്നാണ്. will have പ്ലസ് V3 എന്നാണ് ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിനകത്ത് നമ്മൾ ഹി വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എന്നാണ്. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ്. ഇവിടെ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ വിൽ ഹാവ് ബീൻ എന്നാണ്. വിൽ ഹാവ് ബീൻ. മുന്നേ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റിലുള്ള ടെൻസ് ഏതാ അതിൻ്റെ കൂടെ ഒരു ബീൻ ചേർത്ത് കൊടുത്താൽ മതി. വിൽ ഹാവ് ബീൻ പ്ലസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് വെർബ് ING ഫോമിലായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഹി വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. അങ്ങനെയായിരിക്കും എക്സാമ്പിൾ വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസസ് നോക്കാം. അപ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. ആക്റ്റീവായിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിരിക്കും തരുന്നത്, അതായത് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. സബ്ജക്റ്റിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ടുള്ള സെൻറ്റൻസുകളാണ് ആക്റ്റീവ് സെൻറ്റൻസുകൾ. അപ്പോൾ ഈ ആക്റ്റീവായിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് പാസീവാക്കി മാറ്റണം. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പാസീവ് ആക്കുമ്പോൾ അവിടെ ഒബ്ജക്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഹി കിൽസ് സ്നേക്ക്. ഇതിൻ്റെ അർത്ഥം അവൻ പാമ്പിനെ കൊന്നു. ഇതാണ് ഒരു ആക്റ്റീവ് സെൻറ്റൻസ്. ഇത് നമുക്ക് പാസീവാക്കി മാറ്റണം. അപ്പോൾ നമ്മളിവിടെ ഒബ്ജക്റ്റ് അതായത് സബ്ജക്റ്റ്, വെർബ് ആൻഡ് ഇത് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം പാസീവാക്കി മാറ്റുമ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്നേക്ക് വെച്ച് തുടങ്ങണം. സ്നേക്കാണ് ഇനി പാസീവിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്നേക്ക് ആയിരിക്കും. സ്നേക്ക് ഈസ് കിൽഡ് ബൈ ഹിം. സ്നേക്ക് ഈസ് കിൽഡ് ബൈ ഹിം. പാമ്പ് അവനാൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹി എന്തായി മാറി? ഹിം ആയിട്ട് മാറി, ഒബ്ജക്റ്റായിട്ട് മാറി. അങ്ങനെ സബ്ജക്റ്റിനെ ഒബ്ജക്റ്റായിട്ടും ഒബ്ജക്റ്റിനെ സബ്ജക്റ്റായിട്ടും മാറ്റി എഴുതുന്നതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു കോമൺ സ്ട്രക്ചർ ഉണ്ട്. ഓരോ ടെൻസുകൾക്കനുസരിച്ച് ആ ഒരു സ്ട്രക്ചറിൽ മാറ്റം വരും. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഓക്സിലറി ഉപയോഗിച്ചു. ആദ്യം തന്നെ നമ്മൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് എടുത്ത് എഴുതി, പ്ലസ് നമ്മളൊരു ഓക്സിലറി എഴുതി.
ഓക്സിലറി എഴുതി. അതിനുശേഷം നമ്മൾ വെർബ് V3 ഫോമിൽ വേണം എഴുതാനായിട്ട്. അതെപ്പോഴും ഏത് ടെൻസിലുള്ളതായാലും പാസീവ് ആക്കി മാറ്റുമ്പോൾ വെർബ് V3 ഫോമിൽ എഴുതണം. പിന്നെ ഒരു ബൈ ചേർക്കുക, പ്ലസ് നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് എഴുതണം. ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാറ്റി വേണം എഴുതാനായിട്ട്. ഹി എന്ന് പറയുന്നത് ഹിം ആവും, ഷീ ആണെങ്കിൽ ഹെർ ആവും, ദേ ആണെങ്കിൽ ദം ആവും. അങ്ങനെ മാറ്റി വേണം എഴുതാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. എല്ലാ ടെൻസുകൾ വരുമ്പോഴും ഇങ്ങനെ ഓക്സിലറി മാത്രം മാറും. ടെൻസുകൾക്കനുസരിച്ച് ഇവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറിയിൽ മാത്രമേ മാറ്റം വരുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. രാജു സ്കോൾസ് റഹീം. ഇത് നമ്മൾ മാറ്റാനായിട്ട് ആദ്യം തന്നെ ഇതിൽ ഒബ്ജക്റ്റ് എടുത്ത് എഴുതാം, റഹീം. പിന്നെ എന്താ എഴുതേണ്ടത്? ഓക്സിലറി എഴുതണം. ഇവിടെ ഏത് ഓക്സിലറി ഉപയോഗിക്കും? ഈസ്. റഹീമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്സിലറി. ഇവിടെ പ്ലൂറൽ ആയിരുന്നെങ്കിൽ നമ്മൾ ആയിരിക്കും ഉപയോഗിക്കുക, ഐ ആണെങ്കിൽ ആം ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഓക്സിലറി എന്ന് പറയുന്നത് സബ്ജക്റ്റിന്, ഇവിടെ എഴുതുന്ന സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. പ്ലസ് V3 എന്ന് പറയുന്നത് സ്കോൾസിനെ നമുക്ക് V3 മാറ്റുമ്പോൾ സ്കോൾഡഡ്. പിന്നെ ബൈ ചേർക്കുക. ബൈ ആരെയാണ്? രാജുവിനെ. പേരാകുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ എഴുതിയാൽ മതി, ബൈ രാജു. വേറൊരു എക്സാമ്പിൾ നോക്കാം. ശ്രുതി സിങ്സ് സോങ്. ഇതിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സോങ് ആണ്. പിന്നെ മാറ്റി എഴുതുമ്പോൾ ആദ്യം തന്നെ സോങ് എഴുതാം. സോങ് ഈസ് ഓക്സിലറി ആയിട്ട് ഈസ് എഴുതാം. വെർബ് ഏതായിരിക്കും? സിങ്ങിൻ്റെ വെർബൽ എന്ന് പറയുന്നത് സങ്. പിന്നെ നമ്മൾ ബൈ ചേർക്കുക. ബൈ ശ്രുതിയാണ്. ബൈ സബ്ജക്റ്റ് എഴുതാം, ശ്രുതി. ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, നമുക്ക് തരുന്ന ആക്റ്റീവ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അവിടെയുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സബ്ജക്റ്റായി മാറുന്നു. അതായത് ഐ എന്ന് പറയുന്നത് മീ ആയിട്ട് മാറും, ഹി ആണെങ്കിൽ ഹിം ആയിട്ട് മാറും, ഷീ ഹെർ ആയിട്ട് മാറും. യുവിന് മാറ്റൊന്നുമില്ല, യു അതുപോലെ തന്നെ. യു ആണെങ്കിൽ യു തന്നെ ആയിരിക്കും. ദേ ആണെങ്കിൽ അത് ദം ആയിട്ട് മാറും. വി എന്നുള്ളത് അസ് ആയി മാറും. ഹൂ എന്നുള്ളത് ഹൂമായിട്ട് മാറും. ഇങ്ങനെയായിരിക്കും സബ്ജക്റ്റ് ഒബ്ജക്റ്റായി മാറുമ്പോഴുള്ള വ്യത്യാസം വരുന്നത്. ഇനി നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസസിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓരോ ടെൻസിലുള്ള സെൻറ്റൻസുകൾ തരുമ്പോഴും പാസീവിലോട്ട് മാറ്റുമ്പോൾ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം എഴുതിയിരിക്കുന്നത് തന്നെയാണ്. ഇതിൽ ഓക്സിലറി എന്ന് പറയുന്ന ടെൻസുകൾക്കനുസരിച്ച് മാറും. എന്ത് വ്യത്യാസമാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയത് തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. He kills snake. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റണം. സിമ്പിൾ പ്രസൻറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഓക്സിലറി എന്ന് പറയുന്നത് ഈസ്, ഓർ, ആം, ഓർ, ആർ. ഈ ഒരു ഭാഗത്തിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. നമ്മളവിടെ മാറ്റുമ്പോൾ ഈസ്, ആം, ആർ. ഈസ് ഉപയോഗിക്കുന്നത് സിംഗുലറിൻ്റെ കൂടെ, ആം ഐയുടെ കൂടെയാണ്, ആര് വരുന്നത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. അപ്പോൾ നമ്മളിത് മാറ്റിയപ്പോൾ കണ്ടതാണ്. സ്നേക്ക് ഏത് ഓക്സിലറി എടുത്തത്? സ്നേക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് എടുത്തു. ഈസ്. പിന്നെ വെർബ് 3 ആഡ് ചെയ്തു, കിൽഡ്. പിന്നെ ഒരു ബൈ ഇട്ടെടുത്തു, ബൈ. സബ്ജക്റ്റ് ആരായിരുന്നു? ഹി ആയിരുന്നു, അപ്പോൾ ഹിമ്മായി മാറി. ഞങ്ങൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ മാറ്റാനായിട്ട് പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് ആദ്യം പഠിക്കാം. ഈസ്, ഓർ, ആം, ഓർ, ആർ പ്ലസ് ബി. ഇവിടെ എഴുതിയിരിക്കുന്ന ഓക്സിലറിൻ്റെ സ്ഥാനത്ത് നമ്മളിതാണ് ആഡ് ചെയ്യേണ്ടത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കാം. ഐ ആം ഡ്രിങ്കിങ് കോഫി. അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന സെൻറ്റൻസ് മുന്നത്തെ പോലെ അല്ലല്ലേ, ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റുമ്പോൾ, ഇതിനെ നമ്മൾ മാറ്റുമ്പോൾ ഓക്സിലറിൻ്റെ സ്ഥാനത്ത് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കോഫിയാണ്. അപ്പോൾ അതിന് നമ്മൾ കോഫി എഴുതി. കോഫി ഓക്സിലറിൻ്റെ സ്ഥാനത്ത് നമ്മൾ എഴുതിയിട്ട് കോഫി ആയതുകൊണ്ട് ഏതാ വരുള്ളൂ?
ഈസേ വരുള്ളൂ. അപ്പോൾ ഈസ്, നെക്സ്റ്റ് നമ്മൾ ബീയിങ് ആഡ് ചെയ്യുക. ബീയിങ് വെർബ് 3 ആയിരിക്കും. ഡ്രിങ്കിങ്ങിൻ്റെ വെർബ് എന്ന് പറയുന്നത് ഡ്രങ്ക്, വെർബ് 3 ഡ്രങ്ക്. പിന്നെ ബൈ ആഡ് ചെയ്യുക. ബൈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആണ്. ഐ എന്ന് പറയുന്നത് ഒബ്ജക്റ്റായി മാറുമ്പോൾ മീ ആയിട്ട് മാറും. കോഫി ഈസ് ബീയിങ് ഡ്രങ്ക് ബൈ മീ. ഇനിയാണ് നമ്മൾ മാറ്റുക. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ പഠിച്ചാൽ പ്രസൻറ്റ് കണ്ടിന്യൂസിലെ ഏതൊരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാലും പാസീവ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അടുത്ത പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള ഒരു നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ഡ്രങ്ക് കോഫി. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ളൊരു സെൻറ്റൻസ് ആണ്. ഇതിനെ മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബി പ്ലസ് വെർബ് 3 ആണ്. വെർബ് 3 നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. ഇത്രയും മതി. ഹാസ് ഓർ ഹാവ് പ്ലസ് ബി എന്നാണ് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് മാറ്റി നോക്കാം. ഇതിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആദ്യം എഴുതാം. കോഫി ഏതാണ്? ഹാസ് വേണോ ഹാവ് വേണോ? ഇത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഹാസ് മതി. ഹാസ് ബീൻ ഓക്സിലറി ആഡ് ചെയ്തു. നമുക്ക് വെർബ് 3 ആണ്. സോറി, ഓക്കെ, ഡ്രങ്ക് ഇവിടെ മാറ്റേണ്ട കാര്യമില്ല, ഡ്രങ്ക് തന്നെ. ഓക്കെ, വെർബ് 3 എന്ന് പറയുന്നത് ഡ്രങ്ക് ബൈ ചേർക്കുക. ഐ ആയതുകൊണ്ട് മീ വരും. ഇനിയുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇത് നമുക്ക് സുഖമായി ഇതിന് പഠിക്കേണ്ട. ഇതിന് പാസീവ് വോയിസ് ഇല്ല. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലെ ഒരു സെൻറ്റൻസ് തന്നാൽ ഓപ്ഷൻസിനകത്ത് ചിലപ്പോൾ തരും. ഇപ്പോൾ ഇങ്ങനൊരു സെൻറ്റൻസ്, ഇതിൽ നിന്നുള്ളൊരു സെൻറ്റൻസ് തന്നിട്ട് പാസീവ് വോയിസ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഓപ്ഷൻ ഡി ആയിട്ട് കിടക്കുന്നത് നോ പാസീവ് വോയിസ് എന്നായിരിക്കും. അപ്പോൾ നമുക്ക് അത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് പാസീവ് വോയിസ് ഇല്ല. ഇനി നമുക്ക് പാസ്റ്റിൽ വരുന്ന സെൻറ്റൻസുകൾ എങ്ങനെയാണ് മാറ്റാൻ നോക്കാം. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് തന്നെ ആദ്യം നോക്കാം. സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു എക്സാമ്പിളാണ് ഐ ഡ്രങ്ക് കോഫി. ഐ ഡ്രങ്ക് കോഫി. അപ്പോൾ ഇതിന് മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ വാസ് ഓർ വേർ ആണ്. വാസ് ഓർ വേർ. ഇവിടെ വരുന്ന ഓക്സിലറി എന്ന് പറയുന്നത് വാസ് ഓർ വേർ ആണ്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? കോഫി വാസ് ആഡ് ചെയ്യുക. വാസ് വെർബ് 3 ചെയ്ത ഡ്രങ്ക് ബൈ ആഡ് ചെയ്യുക. ബൈ മീ. നെക്സ്റ്റ് വരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതിൽ നമുക്കൊരു സെൻറ്റൻസ് എഴുതാം. ഐ വാസ് ഡ്രിങ്കിങ് കോഫി. ഐ വാസ് ഡ്രിങ്കിങ് കോഫി. ഡ്രിങ്കിങ് കോഫി. നമുക്കിതിനെ മാറ്റി എഴുതാനുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് വാസ് ഓർ വേർ പ്ലസ് ബീയിങ്. ഇതാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്സിലറിക്ക് പകരം നമ്മൾ ആഡ് ചെയ്യേണ്ടത് വാസ് ഓർ വേർ പ്ലസ് ബീയിങ് ആണ്. തൊട്ട് മുന്നേ പ്രസൻറ്റ് കണ്ടിന്യൂസിലും നമ്മൾ ബീയിങ് ആഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നോക്കുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിലെ പാസ്റ്റ് ടെൻസിലുള്ളത് എങ്ങനെ മാറ്റാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം വരുന്നതാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിലെ ഒരു എക്സാമ്പിൾ എഴുതാം. ഐ ഡ്രങ്ക് കോഫി. അപ്പോൾ ഇത് മാറ്റാനായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് വാസ് ഓർ വേർ പ്ലസ് വെർബ് 3 ആണ്. വാസ് ഓർ വേർ ആണ് നമ്മളുടെ ഓക്സിലറി ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഒബ്ജക്റ്റ് അത് എഴുതാം. കോഫി ഉപയോഗിക്കേണ്ടത് വാസ് ആണ്. കോഫി സിംഗുലർ ആയതുകൊണ്ട് കോഫി വാസ്. വെർബ് 3 എഴുതാം. ഡ്രങ്ക് ബൈ മീ. അടുത്താണ് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസിലെ ഒരു സെൻറ്റൻസ് എഴുതാം. ഐ വാസ് ഡ്രിങ്കിങ് കോഫി. ഐ വാസ് ഡ്രിങ്കിങ് കോഫി. അപ്പോൾ എനിക്കിത് മാറ്റി എഴുതണം. ഇത് മാറ്റി എഴുതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വാസ് ഓർ വേർ പ്ലസ് ബീയിങ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിനെ മാറ്റി എഴുതാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒബ്ജക്റ്റ് എഴുതാം. കോഫി വാസ് ബീയിങ് വെർബ് 3 ഡ്രങ്ക് ആണ്. ഡ്രങ്ക്
ബൈ ചേർക്കുക, ബൈ മീ. അടുത്ത് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇതിലൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാഡ് ഡ്രങ്ക് കോഫി. ഡ്രങ്ക് കോഫി. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാഡ് ആണ് വരുന്നത്. ഓക്സിലറി ആയിട്ട് വരുന്നത് ഹാഡ് ബീൻ ആണ് ചേർക്കേണ്ടത്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ഏത് സെൻറ്റൻസ് വന്നാലും ഹാഡ് ബീൻ അവിടെ ഓക്സിലറി ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ മാറ്റി എഴുതാൻ നോക്കാം. ആദ്യം തന്നെ ഒബ്ജക്റ്റ് എഴുതാം. കോഫി ഹാഡ് ബീൻ, വെർബ് 3 കൊടുക്കുക, ഡ്രങ്ക് ബൈ മീ. ഇനി വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിനും പാസീവ് വോയിസ് ഇല്ല. ഇനി നമുക്ക് ഫ്യൂച്ചറിലുള്ള കുറച്ച് നോക്കാം. 4 ടെൻസുകളിൽ എങ്ങനെയാണ് മാറ്റി എഴുതാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സിമ്പിൾ ഫ്യൂച്ചറാണ് വരുന്നത്. സിമ്പിൾ ഫ്യൂച്ചറിൽ ഒരു സെൻറ്റൻസ് എഴുതാം. ഐ വിൽ ഡ്രിങ്ക് കോഫി. ഞാൻ കോഫി കുടിക്കും. ഐ വിൽ ഡ്രിങ്ക് കോഫി. അപ്പോൾ ഇത് മാറ്റാനുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ ഓക്സിലറി ആയിട്ട് നമുക്ക് വിൽ ബി ആഡ് ചെയ്താൽ മതി. വിൽ ബി, വേറെ മാറ്റങ്ങളൊന്നുമില്ല, വിൽ ബി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം തന്നെ ഒബ്ജക്റ്റ് എഴുതാം. മാറ്റി എഴുതുമ്പോൾ കോഫി വിൽ ബി കൊടുക്കുക. കോഫി വിൽ ബി ഡ്രങ്ക്, വിൽ ബി ഡ്രങ്ക് ബൈ മീ. ഇത്ര വ്യത്യാസം വരുന്നുള്ളൂ. ഒരു വിൽ ബി ഓക്സിലറി ആയിട്ട് വരുന്നുള്ളൂ. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന് പാസീവ് വോയിസ് ഇല്ല. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഒരു സെൻറ്റൻസ് എഴുതാം. ഐ വിൽ ഹാവ് ഡ്രങ്ക് കോഫി. ഐ വിൽ ഹാവ് ഡ്രങ്ക് കോഫി. ഇത് മാറ്റാനായിട്ട് നമ്മളിവിടെ എഴുതേണ്ട ഓക്സിലറി എന്ന് പറയുന്നത് വിൽ ഹാവ് ബീൻ ആണ്. വിൽ ഹാവ് ബീൻ ഇതാണ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് മാറ്റി എഴുതി നോക്കാം. ഒബ്ജക്റ്റ് എഴുതാം. കോഫി വിൽ ഹാവ് ബീൻ. ഈ വിൽ ഹാവ് ബീൻ ചേർത്ത് കൊടുത്താൽ മതി. വിൽ ഹാവ് ബീൻ. വെർബ് വരുന്നത് വെർബ് 3 വരുന്നത് ഡ്രങ്ക് തന്നെയാണ്. ഡ്രങ്ക് ബൈ മീ. അടുത്ത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിനും പാസീവ് വോയിസ് ഇല്ല. ഇനി നമുക്ക് പാസീവ് വോയിസ്, കുറച്ച് ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളെ പാസീവ് വോയിസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബിൽ നിന്ന് തുടങ്ങുന്ന സെൻറ്റൻസുകളാണ്. ജസ്റ്റ് കമാൻഡുകളായിരിക്കും. നമ്മൾ പറയും ഓപ്പൺ ദി ഡോർ, ക്ലോസ് ദി വിൻഡോ, ഗിവ് ദി ബുക്ക്. ഇതൊക്കെ എന്താണ്? വെർബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കമാൻഡിങ് പവറുള്ള സെൻറ്റൻസുകളാണ്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെ എങ്ങനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാമെന്ന് നോക്കാം. പിന്നെ കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലെറ്റ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റ് പ്ലസ് പിന്നെ ഇതിലെ സബ്ജക്റ്റ്. അപ്പോൾ ഓരോ ഇതിലും സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗിവ് ദി ബുക്ക്, സബ്ജക്റ്റ് എന്താ? ദി ബുക്ക്. ഓപ്പൺ ദി ഡോർ, ദി ഡോർ. ഡു ഇറ്റ് സൂൺ, ഇത് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇറ്റാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ലെറ്റ് പ്ലസ് അതിൽ വരുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം. പ്ലസ് നമ്മളൊരു ബി ആഡ് ചെയ്യും. ലെറ്റ് ബി എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെറ്റ് ബി. അപ്പോൾ ബി വരും. നെക്സ്റ്റ് നമ്മൾ വെർബ് 3. എപ്പോഴും പാസീവ് വോയിസിൽ നമ്മൾ V3 ഫോമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ മാറ്റാൻ നോക്കാം. ഗിവ് ദി ബുക്ക്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് ലെറ്റ് വെച്ചാണ്. ലെറ്റ് സബ്ജക്റ്റ് ദി ബുക്ക്, ലെറ്റ് ദി ബുക്ക് ബി. വെർബ് 3 ഫോം ഗിവ് എന്നുള്ളത് ഗിവൺ ആയി മാറും. ഗിവൺ. ലെറ്റ് ദി ബുക്ക് ബി ഗിവൺ. അടുത്ത് ഓപ്പൺ ദി ഡോർ. അപ്പോൾ അതിന് തന്നെ ലെറ്റ് കൊടുക്കുക. ലെറ്റ് ദി ഡോർ ബി ഓപ്പൺ. ഓപ്പൺ അല്ല വരാം, ഓപ്പൺഡ്. വെർബ് 3 ഫോം. അത് ഡു ഇറ്റ് സൂൺ. അപ്പോൾ ലെറ്റ് സബ്ജക്റ്റ് വരുന്നത് ഇറ്റ് ആണ്. ഇറ്റ് ബി. ഡു എന്നുള്ളത് ഡൺ ആയി മാറും. ഡൺ സൂൺ. ഇങ്ങനെയാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളെ മാറ്റുന്നത്. ഇനി നമുക്ക് പ്രിപ്പോസിഷൻസ് നോക്കാം. ഈ പ്രിപ്പോസിഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫോമിലായിരിക്കും മിക്കവാറും വരുന്നത്. നമുക്കൊരു സെൻറ്റൻസ് തരും, അതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് പ്രിപ്പോസിഷൻ, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻ ആഡ് ചെയ്യണം. അതിന് നമുക്ക് വേണ്ടത് ഓരോ പ്രിപ്പോസിഷനും ഏത് സ്ഥലത്താണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ മീനിങ്ങുകളൊക്കെയാണ് അറിയേണ്ടത്. അത് നമുക്ക് ഓഫ് നോക്കാം. ഓഫിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൽ നിന്ന് എന്നുള്ളതാണ്. എവേ ഫ്രം എന്നാണ് അതിൻ്റെ അർത്ഥം. എവേ ഫ്രം. ഫോർ എക്സാമ്പിൾ നോക്കാം.
I fell off the tree. ഞാൻ മരത്തിൽ നിന്ന് വീണു. അപ്പോൾ എവേ ഫ്രം, ഒന്നിൽ നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഓഫ് ഉപയോഗിക്കുന്നത്. അടുത്ത നമുക്ക് മറ്റൊരെണ്ണം നോക്കാം. ടിൽ. ടിൽ എന്ന് വെച്ചാൽ വരെ എന്നാണ്. വരെ. ഐ വാസ് ദർ ടിൽ 2050. ഞാൻ 2050 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടൈം കാണിക്കാനൊക്കെയാണ് നമ്മൾ ടിൽ ഉപയോഗിക്കുന്നത്, ഇന്നത് വരെ എന്നുള്ള അർത്ഥത്തിൽ. ഇത് മൂന്നാമത്തെ നമുക്ക് നോക്കാം. വിത്ത്. വിത്ത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അല്ലേ. വിത്ത് എന്ന് പറയുന്നതിന് രണ്ട് മീനിങ്ങുകൾ നമ്മൾ പറയും. കൂടെ എന്നുള്ള അർത്ഥത്തിലും കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ നോക്കാം. ഹി വാസ് വിത്ത് ഹിസ് ഫ്രണ്ട്. വിത്ത് ഹിസ് ഫ്രണ്ട്, അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ വിത്ത് എന്നുള്ളതിന് ഇവിടെ വരുന്നത് കൂടെ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വിത്തിന് വരുന്നത്. ചില കേസസിൽ പറയും ഐ റോട്ട് എ ലെറ്റർ വിത്ത് ദി പെൻ. ഞാൻ ലെറ്റർ പേന കൊണ്ട് എഴുതി. കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പോൾ കൂടെ എന്നുള്ള അർത്ഥത്തിലും കൊണ്ട് എന്നുള്ള അർത്ഥത്തിലും നമ്മൾ വിത്ത് ഉപയോഗിക്കാറുണ്ട്. അടുത്ത് വരുന്നതാണ് ബൈ. ബൈ വരുമ്പോൾ ബൈന് ഒരുപാട് അർത്ഥങ്ങൾ, ഓരോ സെൻറ്റൻസിലെ അർത്ഥങ്ങൾ മാറും. നമുക്ക് ഓരോന്ന് നോക്കാം. ഹി വാസ് സ്റ്റാൻഡിങ് ബൈ മീ. സ്റ്റാൻഡിങ് ബൈ മീ, അവൻ എൻ്റെ അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബൈ എന്ന് പറയുന്നതിന് ഇവിടെ അരികിൽ എന്നുള്ള അർത്ഥമാണ് വന്നത്. അരികിൽ. ഇനി മറ്റൊരു സെൻറ്റൻസ് നോക്കാം. A letter were delivered by a postman. ഇവിടെ ഡെലിവേർഡ് ബൈ എന്നുള്ളത് ആൾ, പോസ്റ്റ്മാനാൽ കത്ത് ഡെലിവർ ചെയ്തു. അപ്പോൾ ബൈ എന്നുള്ളതിന് ഇവിടെ ആൾ എന്നുള്ളൊരു അർത്ഥമാണ്. പോസ്റ്റ്മാനാൽ എന്നൊരർത്ഥം വന്നു. ഇനി മറ്റൊന്ന് നോക്കാം. യു ക്യാൻ പാസ് ദി എക്സാം ബൈ പ്രിപ്പയറിങ്. ഒരു എക്സാം പാസ്സാവാം ബൈ പ്രിപ്പയർ, ഇങ്ങനെ പ്രിപ്പയറിങ്ങിലൂടെ, ലൂടെ എന്നൊരു അർത്ഥമാണ് വന്നത്. അപ്പോൾ ബൈക്ക് ഇങ്ങനെ 3 രീതിയിലാണ് അർത്ഥങ്ങൾ വരുന്നത്. അടുത്ത നമുക്ക് നോക്കാം ഫ്രം. ഫ്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഒറിജിനെയാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ് ഒറിജിൻ. നമ്മൾ സാധാരണ പറയാറുണ്ട് ഐ ആം ഫ്രം കേരള. ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇൽ നിന്ന് എന്നുള്ളൊരു അർത്ഥം വന്നു. അതുപോലെ സ്റ്റീൽ ഈസ് മെയ്ഡ് ഫ്രം അയൺ. സ്റ്റീൽ ഉണ്ടാക്കുന്ന അയണിൽ നിന്നാണ്. ഒരു ഒറിജിൻ ഇൽ നിന്ന് എന്നുള്ള അർത്ഥമാണ് ഫ്രോമിന് വരുന്നത്. അടുത്തതാണ് ഫോർ. ഫോർ എന്ന് വെച്ചാൽ വേണ്ടി, ഇന്നതിന് വേണ്ടി. ദർ ഈസ് എ ലെറ്റർ ഫോർ യു എന്ന് പറയും നമ്മൾ. ദർ ഈസ് എ ലെറ്റർ ഫോർ യു. ഇവിടെ ഫോർ എന്ന് പറയുന്നത് വേണ്ടി എന്നുള്ളൊരു അർത്ഥത്തിലാണ് വരുന്നത്. ഇവിടെ നമുക്കറിയാവുന്ന തന്നെയാണ് ബിഫോർ. ബിഫോർ എന്ന് വെച്ചാൽ മുമ്പ്. എക്സാമ്പിൾ നോക്കാം. വി മെറ്റ് ബിഫോർ, നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ബിഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മുമ്പ്, മുമ്പ്, മുമ്പിൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അടുത്താണ് ബിഹൈൻഡ്. ബിഹൈൻഡ് എന്ന് വെച്ചാൽ പിന്നിൽ. സ്റ്റേ ബിഹൈൻഡ് മീ, എൻ്റെ പിന്നിൽ നിൽക്കൂ. സ്റ്റേ ബിഹൈൻഡ് മീ. പിന്നെ വരുന്നതാണ് ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾക്ക് ഇടയിൽ എന്നാണ്. രണ്ട് പേഴ്സൺ, രണ്ട് തിങ്സ്, അങ്ങനെ 2 തിങ്സിനും 2 പേഴ്സണിനും ഇടയിൽ വരുന്നതിനാണ് നമ്മൾ ഇടയിൽ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. ട്രെയിൻ റൺ ബിറ്റ്വീൻ ബോംബെ ആൻഡ് ഡൽഹി. ബോംബെ ആൻഡ് ഡൽഹി. അപ്പോൾ ബിറ്റ്വീൻ എന്നത് രണ്ട് തിങ്സ് അല്ലെങ്കിൽ രണ്ട് പേഴ്സൺസിൻ്റെ ഇടയിൽ സൂചിപ്പിക്കാൻ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. നേരെ തിരിച്ച് നമ്മൾ എമങ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എമങ്.
എമങ്ങും ഇടയിൽ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ രണ്ട് വസ്തുക്കൾ ഒരുപാട് എണ്ണത്തിൻ്റെ ഇടയിൽ എന്നാണ് എമങ് ഉപയോഗിക്കുന്നത്. ഐ സാറ്റ് എമങ് ദം, ഞാൻ അവരുടെ ഇടയിൽ ഇരുന്നു. അപ്പോൾ ഒരുപാട് എണ്ണത്തിൻ്റെ ഇടയിലാണെങ്കിൽ എമങ്ങും, രണ്ട് വസ്തുക്കൾക്കിടയിലാണെങ്കിൽ ബിറ്റ്വീനും യൂസ് ചെയ്യും. അടുത്തതാണ് സിൻസ്. സിൻസ് എന്ന് വെച്ചാൽ മുതൽ, ഇന്നത് മുതൽ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. മുതലിനും ചിലപ്പോൾ അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. രാവിലെ തൊട്ട് മഴയായിരുന്നു, രാവിലെ മുതൽ മഴയായിരുന്നു. ഒരു സമയത്തെ കാണിക്കാനൊക്കെയാണ് ഇവിടെ സിൻസ് ഉപയോഗിച്ചത്. ചില കേസിൽ നമ്മൾ പറയും സിൻസ് ഇറ്റ് റെയിൻഡ് ഐ ഡിഡിൻറ്റ് ഗോ. ഐ ഡിഡിൻറ്റ് ഗോ, മഴ ഉള്ളത് കൊണ്ട് ഞാൻ പോയില്ല. അപ്പം അതുകൊണ്ട് എന്നുള്ള അർത്ഥം വന്നു ഇവിടെ. അതുകൊണ്ട്. അപ്പോൾ സിൻസ് രണ്ട് തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒരു സമയത്തെ കാണിക്കാനും അതുകൊണ്ട് ഒരു കാരണം എന്നുള്ള രീതിയിലും സിൻസ് ഉപയോഗിക്കലുണ്ട്. അടുത്തതാണ് ബിസൈഡ്. ബിസൈഡ് ആണ്. ബിസൈഡ് എന്ന് വെച്ചാൽ അരികിൽ എന്നാണ് അർത്ഥം. അരികിൽ. ഷീ ബിസൈഡ്സ് മീ. ബിസൈഡ് മീ, അവൾ എൻ്റെ അരികിലാണ് എന്നുള്ള അർത്ഥത്തിൽ. ഈ മറ്റൊരു നമ്മളെ തെറ്റിപ്പിക്കുന്ന പറയുന്നുണ്ട് ബിസൈഡ്സ്. ലാസ്റ്റ് ഒരു എസ് ആണ്. ഇതിൻ്റെ അർത്ഥം തികച്ചും വ്യത്യസ്തമാണ്. കൂടാതെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൂടാതെ. ഇൻ അഡീഷൻ ടു എന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഷീ ഹാസ് നോ ഫ്രണ്ട്സ്. നോ ഫ്രണ്ട്സ് ബിസൈഡ്സ് മീ. ബിസൈഡ്സ് മീ, ഞാനല്ലാതെ വേറെ കൂട്ടുകാരൊന്നും. ഇപ്പോൾ നമ്മൾ അടുത്ത പ്രിപ്പോസിഷൻ നോക്കുന്നത് ബിസൈഡ് ആണ്. ബിസൈഡ് എന്ന് വെച്ചാൽ അരികിൽ എന്നാണ് ബിസൈഡിൻ്റെ അർത്ഥം. ബിസൈഡ്, ഷീ ബിസൈഡ് മീ, അവൾ എൻ്റെ അരികിലുണ്ട്. ഇനി ഒരു എസ് വന്നു വിചാരിക്കുക, ബിസൈഡ്സ്. ബിസൈഡ്സ് ആയാൽ അത് അടുത്തൊരു പ്രിപ്പോസിഷനായി അർത്ഥം മാറി. ഷീ ഹാസ് നോ ഫ്രണ്ട്സ് ബിസൈഡ്സ് മീ, അവൾക്ക് ഞാനല്ലാതെ മറ്റ് ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല എന്ന് വെച്ചാൽ കൂടാതെ എന്നുള്ളത്. ഇൻ അഡീഷൻ ടു, കൂടാതെ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ബിസൈഡ്സിന് വന്നത്. നമുക്കിനി ആർട്ടിക്കിൾസ് നോക്കാം. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണുള്ളത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. Articles are two type. Definite articles and indefinite articles. Indefinite articlesൽ വരുന്നതാണ് എയും ആനും. എ ആൻ. ആൻഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ വരുന്നതാണ് ദി. ഓക്കെ. ഈ എയും ഏനും ഉദ്ദേശിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ളൊരു നൗണിനെ സൂചിപ്പിക്കാനാണ്. പക്ഷേ എ ഉപയോഗിക്കുന്നത് കൺസോണൻറ്റ് സൗണ്ടിങ്ങിന് മുന്നിലും ആൻ ഉപയോഗിക്കുന്നത് വവൽ സൗണ്ടിങ്ങിന് മുന്നിലുമാണ്. ഇത് ജസ്റ്റ് വവൽ വേർഡ്സിന് മുന്നിൽ എന്നല്ല, വവൽ സൗണ്ടിന് മുന്നിലാണ് ആൻ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് നമുക്ക് അറിയാം വവൽ സൗണ്ട് എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു. ഈ 5 ലെറ്റേഴ്സാണ് വവൽ സൗണ്ട്സ് ആയിട്ട് ഉള്ളത്. ഈ 5 ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഈ 5 ലെറ്റേഴ്സ് വെച്ച് ബാക്കിയുള്ളതിനെ നമ്മൾ കൺസോണൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൺസോണൻറ്റ് ലെറ്റർ സൗണ്ടിങ്ങിന് മുന്നിൽ നമ്മൾ എയും വവൽ സൗണ്ടിങ്ങിന് മുന്നിൽ നമ്മൾ ആനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത്. ചില കേസുകളിൽ എക്സെപ്ഷൻ വരുന്നുണ്ട്. ഐ ആം ആൻ MBA ഗ്രാജുവേറ്റ്. MBA ഗ്രാജുവേറ്റ്, ഇതിൻ്റെ മുന്നിൽ എ ആണോ ആൻ ആണോ വരുന്നത് എന്ന് കൺഫ്യൂഷൻ വരാറുണ്ട്. നമ്മൾ തീർച്ചയായും ആലോചിക്കും MBA സ്റ്റാർട്ട് വിത്ത് കൺസോണൻറ്റ് ലെറ്റർ, സോ എ അല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ സൗണ്ട് ലൈക്ക് MBA, എ എന്നുള്ളൊരു സൗണ്ട്, എന്നുള്ളൊരു സൗണ്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആൻ ആണ് ഉപയോഗിക്കുക. ആൻ MBA ഗ്രാജുവേറ്റ് എന്നാണ് നമ്മൾ പറയുക. അതുപോലെ ആം ആൻ MLA പറയുമ്പോഴും ആൻ ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അവർ, സ്റ്റാർട്ട് വിത്ത് H ആണെങ്കിലും അവർ എന്നുള്ളൊരു സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നിൽ നമ്മൾ ആൻ ആണ് ഉപയോഗിക്കുക. നമ്മുടെ ഓണർ HONOUR,
ഓണറിന് മുന്നിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആൻ ആണ്. ഇത് കുറച്ച് എക്സെപ്ഷൻ കേസുകളാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സൗണ്ടിങ്ങുകളാണ് നോക്കേണ്ടത്. എ ഇ ഐ ഒ യു എന്ന് പറയുന്ന സൗണ്ടിൽ തുടങ്ങുന്ന തിങ്സിന് മുന്നേ വേണം നമ്മൾ ആൻ ഉപയോഗിക്കാനായിട്ട്. ഇനി മറ്റു ചില വേർഡുകൾ നമുക്ക് നോക്കാം. യൂറോപ്യൻ, യൂറോപ്യൻ. ആം എ യൂറോപ്യൻ എന്നാണ്, ആം എ യൂറോപ്യൻ എന്നാണ് നമ്മൾ പറയാം. നമ്മൾ ആലോചിക്കും ഇ എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് വവൽ സൗണ്ട്, വവൽ ലെറ്റർ, ബട്ട് നമ്മൾ പറയുന്നത് യൂറോപ്യൻ, യു എന്നാണ് പറയുക. വൈ ലൈക്ക് സൗണ്ടാണ് അവിടെ വരുന്നത്. സോ നമ്മൾ ആൻ അല്ല എ യൂറോപ്യൻ എന്നാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ എ യൂണിറ്റ്, എ യൂണിഫോം, എ യൂണിഫോം. അപ്പോൾ യു വൈ ലൈക്ക് സൗണ്ട് ആയതുകൊണ്ട് ഈ കേസുകളൊക്കെ എ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദി എപ്പോഴൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഞാനൊരു സെൻറ്റൻസ് പറയാണ്. ഐ വാണ്ട് ടു വിസിറ്റ് എ പേഴ്സൺ. ഐ വാണ്ട് ടു വിസിറ്റ് എ പേഴ്സൺ. എനിക്ക് ഒരാളെ കാണണം. അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറയാം, ഐ വാണ്ട് ടു വിസിറ്റ് ദി പേഴ്സൺ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ എ പേഴ്സണും മറ്റൊന്ന് ദി പേഴ്സൺ എന്നുമാണ്. ആദ്യത്തെ സെൻറ്റൻസിൽ പറയുന്ന എ പേഴ്സൺ, ഐ വാണ്ട് ടു വിസിറ്റ് എ പേഴ്സൺ, എനിക്ക് ഒരാളെ കാണണം. ഇന്ന ആളെ എന്നൊന്നുമില്ല, ഒരാളെ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്തതിലാണെങ്കിലോ വിസിറ്റ് ദ പേഴ്സൺ. ദി പേഴ്സൺ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ആരെ കാണണമെന്ന്. ഇത് സ്പെസിഫൈഡ് ആണ്. ഈ ഒരു ദി എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ആണ്. അപ്പോൾ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഏതൊരു എന്തായാലുംക്കോട്ടെ അതിനൊന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിലെ അമൂല്യമായ വസ്തുക്കൾ നമുക്കറിയാം. സൺ, മൂൺ, സ്കൈ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ദി സൺ, ദി മൂൺ, ദി സ്കൈ എന്നാണ് പറയുന്നത്. അതുപോലെ ദി ഖുർആൻ, ദി ബൈബിൾ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കൊക്കെ മുന്നിൽ ദി ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ റിവേഴ്സ്, ഓഷ്യൻസ്, കനാൽ, മൗണ്ടെയിൻസ് ഒക്കെ പറയുമ്പോഴും ദി വേണം യൂസ് ചെയ്യാൻ. ദി അറേബ്യൻ സീ, ദി ഹിമാലയ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പറയുമ്പോൾ ദി പിയാനോ, ദി വേണം യൂസ് ചെയ്യാൻ. പിന്നെ ഓരോ സ്ഥാനങ്ങൾ പറയുമ്പോൾ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ദി സെക്രട്ടറി. സ്ഥാനങ്ങൾ പറയുമ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ദി ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പേരുകളോ സ്ഥലങ്ങളോ പറയുമ്പോൾ ദി യൂസ് ചെയ്യില്ല. അപ്പോൾ മോഹനൻ ഈസ് എ ഡോക്ടർ, ദി മോഹനൻ ഈസ് എ ഡോക്ടർ എന്നൊരിക്കലും നമ്മൾ പറയില്ല. അപ്പോൾ ദി നമ്മൾ പേരുകൾക്കോ സ്ഥലങ്ങൾക്കോ മുന്നിൽ അധികം യൂസ് ചെയ്യാറില്ല. ഇനി നമ്മൾ അടുത്ത് പോകുന്ന ടോപ്പിക്ക് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴഞ്ചൊല്ലുകൾ കേൾക്കാറില്ല നമ്മൾ മലയാളത്തിൽ, അതുപോലെയുള്ളതാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സുകൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാവും. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് അതിൽ പറയുന്ന വേർഡുകൾ ഉദ്ദേശിക്കുന്ന ഒരു മീനിങ് അല്ല അതിനുള്ളത്. മൊത്തത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വേറൊരു അനദർ മീനിങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ പറയാറുള്ളതാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയാറില്ല. ആഡ് ഫ്യൂവൽ ടു ദി ഫയർ, ആഡ് ഫ്യൂവൽ ടു ദി ഫയർ. അപ്പോൾ ആഡ് ഫ്യൂവൽ ടു ദി ഫയർ എന്ന് പറഞ്ഞാൽ ഫയറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, ഫ്യൂവൽ ഒഴിച്ചു. ഫ്യൂവൽ ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതൊന്നും ആളിക്കത്തില്ല. പക്ഷേ അതിൻ്റെ മീനിങ് ഇതാണോ അത് ഉദ്ദേശിക്കുന്നത്? അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ടു ഇൻക്രീസ് വൺസ് ഫ്യൂരി, ടു ഇൻക്രീസ് വൺസ് ഫ്യൂരി. ഒരാളുടെ ദേഷ്യം, ആളുടെ ക്രോധം എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആഡ് ഫ്യൂവൽ ടു ദി ഫയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മലയാളത്തിലും സാധാരണ ഉപയോഗിക്കാറുണ്ട് അല്ലേ, എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന്. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഈ വേർഡുകൾ ഉദ്ദേശിക്കുന്ന ഈ വേർഡുകൾ ആക്ച്വൽ മീനിങ് അല്ലത്. ഇതൊരു സെൻറ്റൻസായി മാറുമ്പോൾ ഇതിന് മറ്റൊരർത്ഥമാണ് വരുന്നത്. ഇതാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് whose meaning is different from the meaning of individual words but it convey another meaning. Okay, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. let the cat out of the bag. ഇത് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു ഇഡിയം ആൻഡ് ഫ്രേസ് ആണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം നമ്മൾ ആലോചിക്കുമ്പോൾ എന്താ, പൂച്ചയെ ബാഗിൽ നിന്ന് പുറത്തേക്ക് വിടെ, അങ്ങനെ എന്തോ നമ്മൾ വിചാരിക്കില്ല. പക്ഷെ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ടെൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്.
ടു ടെൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. നമ്മൾ മിസ്റ്റേക്ക് വഴി ഒരു സീക്രട്ട് എന്ത് ചെയ്യും, അറിയാതെ പറഞ്ഞു പോകില്ലേ, അതിനെയാണ് ഒരു ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഫ്രെയിമാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ഫ്രേസസുകൾ വരുന്നുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു PDF നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സെറ്റ് ഓഫ് ഒരുപാട് ഫ്രേസസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഏതാണ് ചോദിക്കുക നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അറ്റ് എ സ്ട്രെച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എന്നുള്ള മീനിങ്ങിലാണ്. അറ്റ് എ സ്ട്രെച്ച് അവനൊരു വർക്ക് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതുപോലെ പറയും അറ്റ് ഓൾ കോസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ വിലയിലും അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. അറ്റ് ഓൾ കോസ്റ്റ് എന്ന് വെച്ച് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്, എല്ലാ പരിമിതികളിലും നിന്നുകൊണ്ട് അവനൊരു കാര്യം ചെയ്തു. അറ്റ് ഓൾ കോസ്റ്റ് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഇഡിയംസ് ആൻഡ് ഫ്രേസസുകളുണ്ട്. ഇത് ഓരോന്നും പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മളിന്ന് നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2019 ക്ലീ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഫ്യൂ ജഡ്ജസ് ഹാവ് കട്ട് ഷോർട്ട് ദെയർ വെക്കേഷൻ ടു ക്ലിയർ എ ലോങ് പെൻഡിങ് കേസസ്. കുറച്ച് ജഡ്ജിമാർ അവരുടെ വെക്കേഷൻ എന്ത് ചെയ്ത് കട്ട് ഷോർട്ട് ചെയ്തു. അവർക്ക് ഒരുപാട് പെൻഡിങ് കേസസ് ഉള്ളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 സെൻറ്റൻസും ഒരേ മീനിങ് തന്നെയാണ്. അതിലെന്താണ് തെറ്റ് നോക്കാം. എ ഫ്യൂ ജഡ്ജസ്, ഇവിടെ ഹാവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതിൽ ഹാവ് തന്നെ, ഇവിടെ ഹാസ് ആണ്. ഫ്യൂ ജഡ്ജസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ഒരിക്കലും ഹാസ് വരില്ല. സോ ഓപ്ഷൻ സി എന്തായാലും അല്ല. നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സെൻറ്റൻസുകൾ ആദ്യം തന്നെ കട്ട് ചെയ്തുകൊണ്ട് കളയാം. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളതിലേക്ക് അവസാനം എത്താൻ പറ്റും. നെക്സ്റ്റ് നോക്കാം നമുക്ക്. എ ഫ്യൂ ജഡ്ജസ് ഹാവ് കട്ട് ഷോർട്ട് ദെയർ വെക്കേഷൻ. ഇവിടെ വെറുതെ കട്ട് ഷോർട്ട് വെക്കേഷൻ എന്നേ ഉള്ളൂ. ഇതൊരു എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള വെക്കേഷൻ അല്ല. കുറച്ച് ജഡ്ജിമാർക്ക് മാത്രമുള്ള അവരുടെ സ്വന്തം വെക്കേഷനാണ് അവർ എന്ത് ചെയ്യുന്നത്, കട്ട് ഷോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ദെയർ വെക്കേഷനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓപ്ഷനും അപ്പോൾ അല്ല. ഈ 2 ഓപ്ഷൻ എയിലും ഡിയിലും കട്ട് ഷോർട്ട് ദെയർ വെക്കേഷൻ ഇവിടം വരെ സെയിം തന്നെയാണ്. ഇനി എന്ത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഫ്യൂ ജഡ്ജസ് കട്ട് ഷോർട്ട് ദെയർ വെക്കേഷൻ ടു ക്ലിയർ എ ലോങ് പെൻഡിങ് കേസസും ദി ലോങ് പെൻഡിങ് കേസസുമാണ് ഇവ തമ്മിൽ വ്യത്യാസം. എ ആണോ വരുന്നത്, ദി ആണ്. ഇത് ആർട്ടിക്കിൾസിൻ്റെ യൂസേജ് ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ജഡ്ജിമാർ അവരുടെ വെക്കേഷൻ കട്ട് ഷോർട്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് പെൻഡിങ് കേസസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലോങ് പെൻഡിങ് കേസസിനാണ്. അപ്പോൾ ഒരു കാര്യത്തെ, ഒരു തിങ്ങിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് വെർ ഈസ് ഹരി, ഹിയർ ഈസ് ഹി, റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അപ്പോൾ ഈ 4 ഓപ്ഷൻ നോക്കുമ്പോൾ വെയർ ഈസ് ഹരി എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് ഹരി? അപ്പോൾ എന്തായാലും എസ് വരുന്നത് ഈസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതൊരു അപ്പോസ്ട്രോഫിക്ക് ശേഷമേ എസ് വരുള്ളൂ. ഒരിക്കലും ഈ ഒരു സെൻറ്റൻസ് ആയിരിക്കില്ല. ഇത് റോങ് ആയിട്ടുള്ള, ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി അടുത്ത് വരുന്നത് ഇത് 3 വ്യത്യാസമാണ്. ഹിയർ ഈസ് ഹി, ഹിയർ ഹി ഈസ് ഹി ഹിയർ. ഹിയർ ഈസ് ഹി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ അല്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹി ഹിയർ. 4ാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഈസ് ഹി ഹിയർ എന്ന് പറയുന്നത് വീണ്ടും ഒരു ചോദ്യം വരികയാണ്. ഇതും ഈ ഒരു സെൻറ്റൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ് വെർ ഈസ് ഹരി, ഹിയർ ഹി ഈസ്, ഇവിടെ അവൻ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 ഓപ്ഷൻ ഉണ്ട്. നൈദർ ദിസ് നോർ ദാറ്റ് മെഷീൻ ഈസ് വർക്കിംഗ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ തന്നെ വാക്യം പറയാം. നൈദർ നോറിൻ്റെ യൂസേജ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതും നൈദർ നോർ. അടുത്തത് നോക്കൂ, നൈദർ ദിസ് ആൻഡ് ദാറ്റ്. അപ്പോൾ നൈദർ ആൻഡ് എന്ന് പറയുന്നൊരു യൂസേജ് നമ്മുടെ ഗ്രാമറിൽ ഇല്ല. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും അല്ല.
അടുത്ത ഓപ്ഷൻ നോക്കാം, നൈദർ ദിസ് ബട്ട് ദാറ്റ് മെഷീൻ. നൈദർ ബട്ട് എന്ന് പറയുന്ന യൂസേജും ഇല്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നൈദർ ദിസ് നോർ ദാറ്റ് മെഷീൻ ഈസ് വർക്കിങ്ങും ഇവിടെ ആർ വർക്കിങ്ങുമാണ്. ഈസ് ആണോ ആറാണോ വരുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ഡൗട്ട് വരുന്നത്. അപ്പോൾ നൈദർ ദിസ് നോർ ദാറ്റ് ഏതെങ്കിലും ഒരു വസ്തുവിനെ പറയുന്നത്, ഇത് അല്ലെങ്കിൽ അത്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ പറയുന്നതുകൊണ്ട് ഈസ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. ഇനി നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഷാൾ ബി ഡൂയിങ് എ MBA ഓൺലൈൻ ആൻഡ് കണ്ടിന്യൂ വിത്ത് മൈ പ്രസൻറ്റ് ജോബ്. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾസിൻ്റെ യൂസേജ് തന്നെയാണ് നോക്കേണ്ടത്. എ MBA എന്ന് നമ്മൾ പറയില്ല എന്ന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആൻ MBA എന്നാണ് പറയുക. അപ്പോൾ ഈ ഓപ്ഷൻ രണ്ടും തെറ്റാണ്. AMBA അല്ല, MBA. എ എന്നുള്ളൊരു സൗണ്ടാണ് വരുന്നത്, എന്നുള്ള സൗണ്ട്, AEIOU വവ്വൽ സൗണ്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആൻ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും അല്ല. ഇനി അടുത്ത രണ്ട് ഓപ്ഷനിലും ആൻ തന്നെയാണ്. അപ്പോൾ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഐ ഷാൾ ഡു ആൻ MBA ഓൺലൈൻ ആൻഡ് കണ്ടിന്യൂ വിത്ത് മൈ പ്രസൻറ്റ് ജോബ്. അപ്പോൾ MBA ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു, പ്രസൻറ്റ് ജോബ് കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത സെൻറ്റൻസ് ആണെങ്കിലോ ഐ ഷാൾ ഡു ആൻ MBA ഓൺലൈൻ ബട്ട് കണ്ടിന്യൂ വിത്ത് മൈ പ്രസൻറ്റ് ജോബ്. ബട്ട് കണ്ടിന്യൂ പക്ഷേ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു, പ്രസൻറ്റ് ജോബ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതൊരു സ്യൂട്ടബിലിറ്റി ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു സെൻറ്റൻസ് യൂസ് ചെയ്യില്ല. ആൻഡ് ആണ് അവിടെ. രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആൻഡ് ആണ്. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസ് സൂൺ ആസ് ഐ ബോർഡഡ് ദ ട്രെയിൻ ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ ലെഫ്റ്റ് മൈ വാലറ്റ് അറ്റ് ഹോം. അപ്പോൾ ആസ് സൂൺ ആസ് എന്ന് പറയുന്നത് രണ്ട് പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കാനാണ് ആസ് സൂൺ ആസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് സെൻറ്റൻസും പാസ്റ്റ് ടെൻസിലായിരിക്കണം. ഐ ബോർഡഡ് ദ ട്രെയിൻ, ഐ റിയലൈസ്ഡ്, ഇതെല്ലാം പാസ്റ്റിൽ തന്നെയാണ്. ഓക്കെ. ഐ ലെഫ്റ്റ്. ഇനി നെക്സ്റ്റ് നോക്കാം. ആസ് സൂൺ ആസ് ഐ ബോർഡഡ് ദ ട്രെയിൻ ഐ റിയലൈസ്, ഇത് പാസ്റ്റിലല്ല. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ അല്ല. അടുത്തത് ആസ് സൂൺ ആസ് ഐ ബോർഡ് ദ ട്രെയിൻ, അപ്പോൾ ഈ ഒരു ഓപ്ഷനും അല്ല. ബോർഡ്, ഇതും പാസ്റ്റിൽ അല്ല. അടുത്ത് നോക്കാം. ആസ് സൂൺ ആസ് ഐ ബോർഡഡ് ദ ട്രെയിൻ ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ ഹാഡ് ലെഫ്റ്റ് മൈ വാലറ്റ് അറ്റ് ഹോം, ഇത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്, എല്ലാം പാസ്റ്റിലാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വി ക്യാൻ ടേക്ക് ഐദർ ദി മോർണിംഗ് ഫ്ലൈറ്റ് നോർ ദ വൺ ഇൻ ദ ആഫ്റ്റർനൂൺ. അപ്പോൾ ഇത് ഐദർ ഓർ എന്ന് പറയുന്നതിൻ്റെ ഒരു യൂസേജാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഐദർ നോർ എന്ന് പറയുന്ന ഒരു യൂസേജ് നമുക്ക് ഇംഗ്ലീഷിലില്ല. ഐദറിൻ്റെ കൂടെ ഓർ ആണ് വരുന്നത്. അടുത്ത് നൈദർ ഓർ, നൈദറിൻ്റെ കൂടെ നോറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ല. അപ്പോൾ ഇത് രണ്ടും അല്ല. നെക്സ്റ്റ് വി ക്യാൻ ടേക്ക് ഐദർ മോർണിംഗ് ഫ്ലൈറ്റ് ഓർ ദ വൺ ഇൻ ആഫ്റ്റർനൂൺ. അപ്പോൾ ഇവിടെ ഐദർ ഓർ തന്നെയാണ്, കറക്റ്റാണല്ലേ. അടുത്ത ഓപ്ഷൻ നോക്കാം. വി ക്യാൻ ടേക്ക് ഐദർ ദി മോർണിംഗ് ഫ്ലൈറ്റ് ഓർ ദി വൺ ഇൻ ദ ആഫ്റ്റർനൂൺ. അപ്പോൾ ഇവിടെയും ഐദർ ഓർ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഐദർ ഓറിൻ്റെ യൂസേജ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ് വ്യത്യാസം നോക്കുക. ഇവിടെ മോർണിംഗ് ഫ്ലൈറ്റ് എന്നേ ഉള്ളൂ, ഇവിടെ ദി മോർണിംഗ് ഫ്ലൈറ്റ് എന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നത്, ഒരു സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറയുന്നത് മോർണിംഗിലുള്ള ഫ്ലൈറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർനൂണിലുള്ള ഫ്ലൈറ്റ് എന്നാണ്. അപ്പോൾ സ്പെസിഫൈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആർട്ടിക്കിൾസ് ദി മുന്നിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആൻ ഇമ്പോർട്ടൻറ്റ് ഫയൽ അലോങ് വിത്ത് 2 യൂണിഫോംസ് ആർ മിസ്സിംഗ് ഫ്രം ദി പോലീസ് സ്റ്റേഷൻ. ഒരു ഇമ്പോർട്ടൻറ്റ് ഫയലും വിത്ത് 2 യൂണിഫോംസ് എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ മിസ്സായിപ്പോയി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ആൻ ഇമ്പോർട്ടൻറ്റ് ഫയൽ, ഇമ്പോർട്ടൻറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഐ, ദ വേർഡ് സൗണ്ട് ലൈക്ക് വവൽ സൗണ്ട്, സോ ആൻ അവിടെ മസ്റ്റാണ്. അപ്പോൾ എ ഇല്ലാത്ത, ഇവിടെ എ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഓപ്ഷൻ കറക്റ്റ് അല്ല. ഇനി അടുത്ത നോക്കാം. ഇവിടെ ആൻ ഇല്ല. ഓക്കെ. അടുത്ത ആൻ ഇമ്പോർട്ടൻറ്റ് ഫയൽ അലോങ് വിത്ത് 2 യൂണിഫോം ആർ മിസ്സിങ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത് ആർ മിസ്സിങ് എന്നാണ് വരുന്നത്. ആർ മിസ്സിങ്, ഇവിടെ എന്താ ഈസ് മിസ്സിങ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫയൽ ഇതൊരു സിംഗുലർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. കോമ കഴിഞ്ഞിട്ടാണ് അലോങ് വിത്ത്, അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരു
ഒരു 2 സാധനങ്ങൾ പറഞ്ഞിരിക്കുന്നില്ലേ, ഇത് പ്ലൂറൽ ആണെങ്കിലും നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വെർബ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ദിസ് സബ്ജക്റ്റ് ഓൺലി. സോ ഇതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഡി. ഇനി നമ്മൾ നോക്കുന്ന സെൻറ്റൻസ് സീക്വൻസിങ് ആണ്. നമുക്ക് കറക്റ്റ് ഓർഡറിലല്ലാതെ 4 ഓപ്ഷൻസ് തരും. 4 സെൻറ്റൻസുകളായിരിക്കും. ഈ 4 സെൻറ്റൻസുകളെ ലോജിക്കൽ ഓർഡറിൽ സീക്വൻസ് ചെയ്യണം. അതായത് ആദ്യം ഏത് വരുന്നു, സെൻറ്റൻസ് ആദ്യം വരുന്നതിനനുസരിച്ച് കറക്റ്റ് ഓർഡറിൽ ക്രമീകരിക്കാനുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓപ്ഷനിലേക്ക് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി വ്യക്തമായ ഒരു ആൻസറിലേക്ക് കിട്ടുക. ഇപ്പോൾ എല്ലാ ഓപ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബിയിലുണ്ട്, അഗെയിൻ ബിയിലുണ്ട്. അപ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എ അല്ല ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ലൈന് എ അല്ല എന്ന് മനസ്സിലായി. നമുക്ക് അടുത്ത വായിച്ച് നോക്കാം. ബിഫോർ അസൈനിങ് ദ പ്രോജക്റ്റ് ടു ഹിസ് സ്റ്റുഡൻസ് ദ ഗൈഡ് ഗേവ് എ പ്രസൻറ്റേഷൻ ഓൺ പ്ലേജിയാരിസം. അപ്പോൾ ആദ്യം തന്നെ പ്രൊജക്റ്റ് അസൈൻ ചെയ്യുകയാണല്ലേ സ്റ്റുഡൻസിന്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് വേണമെങ്കിൽ ആയിരിക്കാം. എന്നാൽ അടുത്ത വായിക്കാം. എല്ലാതും വായിച്ചാലും നമുക്ക് സ്റ്റാർട്ടിങ് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. ദ എക്സ്പെൻഷൻ ഓർഡർ ദാറ്റ് ഫോളോഡ് വാസ് നോട്ട് അലാമിങ്. അപ്പോൾ ഇതെന്തായാലും സ്റ്റാർട്ടിങ് അല്ല നമുക്ക് മനസ്സിലായി. A few students did not pay much heed to the consequence of the illegal act. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റുഡൻസ് എന്ത് ചെയ്തു, വേറെ അതിനുള്ള ശ്രദ്ധ കൊടുത്തില്ല, അതിൻ്റെ കൺസീക്വൻസ് എന്താണെന്നുള്ളതിൻ്റെ ശ്രദ്ധ കൊടുത്തില്ല. അപ്പോൾ എന്തായാലും ഇതും സ്റ്റാർട്ടിങ് അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ബി തന്നെ ആയിരിക്കും ഫസ്റ്റ് ഒന്നാമത് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയിൽ നിന്നാണ്. ബിയിൽ നിന്ന് തുടങ്ങുന്ന 2 ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്, സിയും ഡിയും. നമുക്ക് അടുത്ത് നോക്കാം. വൺ ഓഫ് ദം കോപ്പിഡ് ആൻഡ് പേസ്റ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് റിക്വയർഡ് ടെസ്റ്റ് ഫ്രം എ വെബ്സൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ അസൈൻ ചെയ്തു, പ്രൊജക്റ്റ് സ്റ്റുഡൻസിന് അസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് സ്റ്റുഡൻസ് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്യുന്നുണ്ടാവുക. ബി കഴിഞ്ഞിട്ട് ഡി ആയിരിക്കും. ഈ കുറച്ച് സ്റ്റുഡൻസിൽ വേണമെങ്കിൽ നമുക്ക് പറയാം വൺ ഓഫ് ദം കോപ്പീഡ്. ഓക്കെ, കുറച്ച് സ്റ്റുഡൻസ് അതിൽ ശ്രദ്ധ കൊടുത്തില്ല. അതിൽ വൺ ഓഫ് ദം കോപ്പീഡ് ആൻഡ് പേസ്റ്റ് എ ലാർജ് പോർഷൻ ഓഫ് ദി റിക്വയർഡ് ടെസ്റ്റ് ഫ്രം എ വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് അറിയാം ഡി കഴിഞ്ഞിട്ട് ഇനി എ വരുള്ളൂ. അപ്പോൾ ബി ഡി എ സി ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ വായിച്ച് നോക്കിയിട്ട് സെൻറ്റൻസ് കറക്റ്റ് ലോജിക്കലായിട്ട് തന്നെ ഓർഡർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ലോജിക്കലി ഓർഡർ ചെയ്യാനുള്ളത് തന്നെയാണ്. ഗോൾസ് ആർ സെറ്റ് ആൻഡ് റെലവൻറ്റ് ഡാറ്റ ഈസ് കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ്. ഗോൾ സെറ്റ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്തു. അപ്പോൾ എന്തായാലും എന്തിനെക്കുറിച്ചാണെന്നുള്ളത് പറയുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും എ അല്ല, എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എയും ഓപ്ഷൻ ബി. ഇത് രണ്ടും എന്തായാലും അല്ല. കാരണം എന്താ, ഈ ഒരു സ്റ്റാർട്ടിങ് അല്ല, മനസ്സിലായില്ലേ? കുറച്ച് ഡാറ്റ കളക്ട് ചെയ്തു, അത് അനലൈസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ഡാറ്റ അനലൈസ് ചെയ്തത് എന്നൊന്നും ആദ്യത്തെ ഒരു സെൻറ്റൻസിൽ പറയുന്നില്ല. അപ്പോൾ ഇതെന്തായാലും അല്ല. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇനിയുള്ള 2 ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സിയിൽ നിന്നാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി സി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ സെൻറ്റൻസ്. There are various stages in framing a management strategy and its implementation. ഓക്കെ, ഒരു മാനേജ്മെൻറ്റ് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്റ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ, സ്ട്രാറ്റജീസ് ആർ ഇംപ്ലിമെൻറ്റഡ്. ഓക്കെ, ഇംപ്ലിമെൻറ്റഡ് ആൻഡ് മോണിറ്റേർഡ്. സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതെന്തായാലും ഗോൾസ് ആർ അച്ചീവ്ഡ്. ഓക്കെ, ഇത് ലാസ്റ്റ് ആവാനാണ് ചാൻസ് ഇല്ല. എല്ലാം അച്ചീവ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു ഫൈനൽ സ്റ്റേജ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതെന്തായാലും സാധ്യതയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ വാരിയസ് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞ ശേഷം നമുക്ക് പറയാം ഗോൾസ് ആർ സെറ്റ് ആൻഡ് റെലവൻറ്റ് ഡാറ്റ ഈസ് കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ്. സ്ട്രാറ്റജീസ് ആർ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഡാറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ കിട്ടിയ ഡാറ്റയുടെ ബേസിസിലാണ് സ്ട്രാറ്റജി ഉണ്ടാക്കിയത്. അപ്പോൾ ഡാറ്റ ആദ്യം കളക്ട് ചെയ്തിട്ടേ നമുക്ക് ആ ഡാറ്റയുടെ ബേസിസിൽ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എ ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ബി എന്ന് നമുക്ക് ഷുവറാണ്. അപ്പോൾ ഓക്കെ, എ കഴിഞ്ഞപ്പോൾ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എ കഴിഞ്ഞ ഉടനെ ബി വരുന്നു. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതിയാ. സിയിൽ സ്റ്റാർട്ട് ചെയ്തു, എ കഴിഞ്ഞ ഉടനെ ബി വന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പാസ്റ്റിലുള്ളതാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ്. നമ്മളിന്ന് നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2019 ക്ലീ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ നോക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഫ്യൂ ജഡ്ജസ് ഹാവ് കട്ട് ഷോർട്ട് ദെയർ വെക്കേഷൻ ടു ക്ലിയർ എ ലോങ് പെൻഡിങ് കേസസ്. കുറച്ച് ജഡ്ജിമാർ അവരുടെ വെക്കേഷൻ എന്ത് ചെയ്ത് കട്ട് ഷോർട്ട് ചെയ്തു. അവർക്ക് ഒരുപാട് പെൻഡിങ് കേസസ് ഉള്ളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 സെൻറ്റൻസും ഒരേ മീനിങ് തന്നെയാണ്. അതിലെന്താണ് തെറ്റ് നോക്കാം. എ ഫ്യൂ ജഡ്ജസ്, ഇവിടെ ഹാവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതിൽ ഹാവ് തന്നെ, ഇവിടെ ഹാസ് ആണ്. ഫ്യൂ ജഡ്ജസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ഒരിക്കലും ഹാസ് വരില്ല. സോ ഓപ്ഷൻ സി എന്തായാലും അല്ല. നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സെൻറ്റൻസുകൾ ആദ്യം തന്നെ കട്ട് ചെയ്തുകൊണ്ട് കളയാം. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളതിലേക്ക് അവസാനം എത്താൻ പറ്റും. നെക്സ്റ്റ് നോക്കാം നമുക്ക്. എ ഫ്യൂ ജഡ്ജസ് ഹാവ് കട്ട് ഷോർട്ട് ദെയർ വെക്കേഷൻ. ഇവിടെ വെറുതെ കട്ട് ഷോർട്ട് വെക്കേഷൻ എന്നേ ഉള്ളൂ. ഇതൊരു എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള വെക്കേഷൻ അല്ല. കുറച്ച് ജഡ്ജിമാർക്ക് മാത്രമുള്ള അവരുടെ സ്വന്തം വെക്കേഷനാണ് അവർ എന്ത് ചെയ്യുന്നത്, കട്ട് ഷോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ദെയർ വെക്കേഷനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓപ്ഷനും അപ്പോൾ അല്ല. ഈ 2 ഓപ്ഷൻ എയിലും ഡിയിലും കട്ട് ഷോർട്ട് ദെയർ വെക്കേഷൻ ഇവിടം വരെ സെയിം തന്നെയാണ്. ഇനി എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഫ്യൂ ജഡ്ജസ് കട്ട് ഷോർട്ട് ദെയർ വെക്കേഷൻ ടു ക്ലിയർ എ ലോങ് പെൻഡിങ് കേസസും ദി ലോങ് പെൻഡിങ് കേസസുമാണ് ഇവ തമ്മിൽ വ്യത്യാസം. എ ആണോ വരുന്നത്, ദി ആണ്. ഇത് ആർട്ടിക്കിൾസിൻ്റെ യൂസേജ് ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ജഡ്ജിമാർ അവരുടെ വെക്കേഷൻ കട്ട് ഷോർട്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് പെൻഡിങ് കേസസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലോങ് പെൻഡിങ് കേസസിനാണ്. അപ്പോൾ ഒരു കാര്യത്തെ, ഒരു തിങ്ങിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് വെർ ഈസ് ഹരി, ഹിയർ ഈസ് ഹി, റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അപ്പോൾ ഈ 4 ഓപ്ഷൻ നോക്കുമ്പോൾ വെയർ ഈസ് ഹരി എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് ഹരി? അപ്പോൾ എന്തായാലും എസ് വരുന്നത് ഈസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതൊരു അപ്പോസ്ട്രോഫിക്ക് ശേഷമേ എസ് വരുള്ളൂ. ഒരിക്കലും ഈ ഒരു സെൻറ്റൻസ് ആയിരിക്കില്ല. ഇത് റോങ് ആയിട്ട് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി അടുത്ത് വരുന്നത് ഇത് 3 വ്യത്യാസമാണ്. ഹിയർ ഈസ് ഹി, ഹിയർ ഹി ഈസ് ഹി ഹിയർ. ഹിയർ ഈസ് ഹി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ അല്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹി ഹിയർ. 4ാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഈസ് ഹി ഹിയർ എന്ന് പറയുന്നത് വീണ്ടും ഒരു ചോദ്യം വരികയാണ്. ഇതും ഈ ഒരു സെൻറ്റൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ് വെർ ഈസ് ഹരി, ഹിയർ ഹി ഈസ്, ഇവിടെ അവൻ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 ഓപ്ഷൻ ഉണ്ട്. നൈദർ ദിസ് നോർ ദാറ്റ് മെഷീൻ ഈസ് വർക്കിംഗ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വാക്യം പറയാം. നൈദർ നോറിൻ്റെ യൂസേജ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതും നൈദർ നോർ. അടുത്തത് നോക്കൂ, നൈദർ ദിസ് ആൻഡ് ദാറ്റ്. അപ്പോൾ നൈദർ ആൻഡ് എന്ന് പറയുന്നൊരു യൂസേജ് നമ്മുടെ ഗ്രാമറിൽ ഇല്ല. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും അല്ല. അടുത്ത ഓപ്ഷൻ നോക്കാം. നൈദർ ദിസ് ബട്ട് ദാറ്റ് മെഷീൻ. നൈദർ ബട്ട് എന്ന് പറയുന്ന യൂസേജും ഇല്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നൈദർ ദിസ് നോർ ദാറ്റ് മെഷീൻ ഈസ് വർക്കിങ്ങും ഇവിടെ ആർ വർക്കിങ്ങുമാണ്. ഈസ് ആണോ ആറാണോ വരുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ഡൗട്ട് വരുന്നത്. അപ്പോൾ നൈദർ ദിസ് നോർ ദാറ്റ് ഏതെങ്കിലും ഒരു വസ്തുവിനെ പറയുന്നുണ്ട്. ഇത് അല്ലെങ്കിൽ അത്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ പറയുന്നതുകൊണ്ട് ഈസ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. ഇനി നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഷാൾ ബി ഡൂയിങ് എ MBA ഓൺലൈൻ ആൻഡ് കണ്ടിന്യൂ വിത്ത് മൈ പ്രസൻറ്റ് ജോബ്. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾസിൻ്റെ യൂസേജ് തന്നെയാണ് നോക്കേണ്ടത്. എ MBA എന്ന് നമ്മൾ പറയില്ല എന്ന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആൻ MBA എന്നാണ് പറയുക. അപ്പോൾ ഈ ഓപ്ഷൻ രണ്ടും തെറ്റാണ്. AMBA അല്ല, MBA. എ എന്നുള്ളൊരു സൗണ്ടാണ് വരുന്നത്. എന്നുള്ള സൗണ്ട് AEIOU വവ്വൽ സൗണ്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആൻ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ 2 ഓപ്ഷൻസും അല്ല. ഇനി അടുത്ത 2 ഓപ്ഷനിലും ആൻ തന്നെയാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഐ ഷാൾ ഡു ആൻ MBA ഓൺലൈൻ ആൻഡ് കണ്ടിന്യൂ വിത്ത് മൈ പ്രസൻറ്റ് ജോബ്. അപ്പോൾ MBA ചെയ്യുന്നതിനോടൊപ്പം
ഒപ്പം എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു, പ്രസൻറ്റ് ജോബ് കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത സെൻറ്റൻസ് ആണെങ്കിലോ ഐ ഷാൾ ഡു ആൻ MBA ഓൺലൈൻ ബട്ട് കണ്ടിന്യൂയിങ് വിത്ത് മൈ പ്രസൻറ്റ് ജോബ്. ബട്ട് കണ്ടിന്യൂയിങ്, പക്ഷേ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു, പ്രസൻറ്റ് ജോബ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതൊരു സ്യൂട്ടബിലിറ്റി ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യില്ല. ആൻഡ് ആണ് അവിടെ, രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആൻഡ് ആണ്. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസ് സൂൺ ആസ് ഐ ബോർഡഡ് ദ ട്രെയിൻ ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ ലെഫ്റ്റ് മൈ വാലറ്റ് അറ്റ് ഹോം. അപ്പോൾ ആസ് സൂൺ ആസ് എന്ന് പറയുന്നത് രണ്ട് പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കാനാണ് ആസ് സൂൺ ആസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് സെൻറ്റൻസും പാസ്റ്റ് ടെൻസിലായിരിക്കണം. ഐ ബോർഡഡ് ദ ട്രെയിൻ, ഐ റിയലൈസ്ഡ്, ഇതെല്ലാം പാസ്റ്റിൽ തന്നെയാണ്. ഓക്കെ, ഐ ലെഫ്റ്റ്. ഇനി നെക്സ്റ്റ് നോക്കാം. ആസ് സൂൺ ആസ് ഐ ബോർഡഡ് ദ ട്രെയിൻ ഐ റിയലൈസ്, ഇത് പാസ്റ്റിലല്ല, അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യാം, ഈ ഒരു ഓപ്ഷൻ അല്ല. അടുത്തത് ആസ് സൂൺ ആസ് ഐ ബോർഡ് ദ ട്രെയിൻ, അപ്പോൾ ഈ ഒരു ഓപ്ഷനും അല്ല, ബോർഡ്, ഇതും പാസ്റ്റിൽ അല്ല. അടുത്ത് നോക്കാം. ആസ് സൂൺ ആസ് ഐ ബോർഡഡ് ദ ട്രെയിൻ ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ ഹാഡ് ലെഫ്റ്റ് മൈ വാലറ്റ് അറ്റ് ഹോം, ഇത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്, എല്ലാം പാസ്റ്റിലാണ്, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വി ക്യാൻ ടേക്ക് ഐദർ ദി മോർണിംഗ് ഫ്ലൈറ്റ് നോട്ട് ദ വൺ ഇൻ ദ ആഫ്റ്റർനൂൺ. അപ്പോൾ ഇത് ഐദർ ഓർ എന്ന് പറയുന്നതിൻ്റെ ഒരു യൂസേജാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഐദർ നോർ എന്ന് പറയുന്ന ഒരു യൂസേജ് നമുക്ക് ഇംഗ്ലീഷിലില്ല. ഐദറിൻ്റെ കൂടെ ഓർ ആണ് വരുന്നത്. അടുത്ത് നൈദർ ഓർ, നൈദറിൻ്റെ കൂടെ നോറാണ് വരുന്നത്, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ല, അപ്പോൾ ഇത് രണ്ടും അല്ല. നെക്സ്റ്റ്, വി ക്യാൻ ടേക്ക് ഐദർ മോർണിംഗ് ഫ്ലൈറ്റ് ഓർ ദ വൺ ഇൻ ആഫ്റ്റർനൂൺ. അപ്പോൾ ഇവിടെ ഐദർ ഓർ തന്നെയാണ്, കറക്റ്റാണല്ലേ. അടുത്ത ഓപ്ഷൻ നോക്കാം. വി ക്യാൻ ടേക്ക് ഐദർ ദി മോർണിംഗ് ഫ്ലൈറ്റ് ഓർ ദി വൺ ഇൻ ദ ആഫ്റ്റർനൂൺ. അപ്പോൾ ഇവിടെയും ഐദർ ഓർ തന്നെയാണ്, അപ്പോൾ ഇത് രണ്ടും ഐദർ ഓറിൻ്റെ യൂസേജ് കറക്റ്റായിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ് വ്യത്യാസം നോക്കുക. ഇവിടെ മോർണിംഗ് ഫ്ലൈറ്റ് എന്നേ ഉള്ളൂ, ഇവിടെ ദി മോർണിംഗ് ഫ്ലൈറ്റ് എന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നത്, ഒരു സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറയുന്നത് മോർണിംഗിലുള്ള ഫ്ലൈറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർനൂണിലുള്ള ഫ്ലൈറ്റ് എന്നാണ്. അപ്പോൾ സ്പെസിഫൈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആർട്ടിക്കിൾസ് ദി മുന്നിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആൻ ഇമ്പോർട്ടൻറ്റ് ഫയൽ അലോങ് വിത്ത് 2 യൂണിഫോംസ് ആർ മിസ്സിംഗ് ഫ്രം ദി പോലീസ് സ്റ്റേഷൻ. ഒരു ഇമ്പോർട്ടൻറ്റ് ഫയലും വിത്ത് 2 യൂണിഫോംസ് എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ മിസ്സായിപ്പോയി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ, ആൻ ഇമ്പോർട്ടൻറ്റ് ഫയൽ, ഇമ്പോർട്ടൻറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഐ, ദ വേർഡ് സൗണ്ട് ലൈക്ക് വവൽ സൗണ്ട്, സോ ആൻ അവിടെ മസ്റ്റാണ്. അപ്പോൾ എ ഇല്ലാത്ത, ഇവിടെ എ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അപ്പോൾ ഇതെന്തായാലും ഓപ്ഷൻ കറക്റ്റ് അല്ല. ഇനി അടുത്ത നോക്കാം. ഇവിടെ ആൻ ഇല്ല. ഓക്കെ, അടുത്ത ആൻ ഇമ്പോർട്ടൻറ്റ് ഫയൽ അലോങ് വിത്ത് 2 യൂണിഫോം ആർ മിസ്സിങ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത് ആർ മിസ്സിങ് എന്നാണ് വരുന്നത്, ആർ മിസ്സിങ്. ഇവിടെ എന്താ, ഈസ് മിസ്സിങ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫയൽ ഇതൊരു സിംഗുലർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, കോമ കഴിഞ്ഞിട്ടാണ് അലോങ് വിത്ത്, അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരു രണ്ട് സാധനങ്ങൾ പറഞ്ഞിരിക്കുന്നില്ല. ഇത് പ്ലൂറൽ ആണെങ്കിലും നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വെർബ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ദിസ് സബ്ജക്റ്റ് ഓൺലി. സോ ഇതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഡി. ഇനി നമ്മൾ നോക്കുന്ന സെൻറ്റൻസ് സീക്വൻസിങ് ആണ്. നമുക്ക് കറക്റ്റ് ഓർഡറിലല്ലാതെ 4 ഓപ്ഷൻസ് തരും, 4 സെൻറ്റൻസുകളായിരിക്കും. ഈ 4 സെൻറ്റൻസുകളെ ലോജിക്കൽ ഓർഡറിൽ സീക്വൻസ് ചെയ്യണം. അതായത് ആദ്യം ഏത് വരുന്നു, സെൻറ്റൻസ് ആദ്യം വരുന്നതിനനുസരിച്ച് കറക്റ്റ് ഓർഡറിൽ ക്രമീകരിക്കാനുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓപ്ഷനിലേക്ക് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി വ്യക്തമായ ഒരു ആൻസറിലേക്ക് കിട്ടുക. ഇപ്പോൾ എല്ലാ ഓപ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബിയിലുണ്ട്, അഗെയിൻ ബിയിലുണ്ട്. അപ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എ അല്ല, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ലൈന് എ അല്ല എന്ന് മനസ്സിലായി. നമുക്ക് അടുത്ത വായിച്ച് നോക്കാം. ബിഫോർ അസൈനിങ് ദ പ്രോജക്റ്റ് ടു ഹിസ് സ്റ്റുഡൻസ് ദ ഗൈഡ് ഗേവ് എ പ്രസൻറ്റേഷൻ ഓൺ പ്ലേജിയാരിസം. അപ്പോൾ ആദ്യം തന്നെ പ്രൊജക്റ്റ് അസൈൻ ചെയ്യുകയാണല്ലേ സ്റ്റുഡൻസിന്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് വേണമെങ്കിൽ ആയിരിക്കാം. എന്നാൽ അടുത്ത വായിക്കാം, എല്ലാതും വായിച്ചാലും നമുക്ക് സ്റ്റാർട്ടിങ് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. ദ എക്സ്പെൽഷൻ ഓർഡർ ദാറ്റ് ഫോളോഡ് വാസ് നോട്ട് അലാമിങ്. അപ്പോൾ ഇതെന്തായാലും സ്റ്റാർട്ടിങ് അല്ല നമുക്ക് മനസ്സിലായി.
a few students did not pay much heed to the consequence of the illegal act. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റുഡൻസ് എന്ത് ചെയ്തു, വേറെ അതിനുള്ള ശ്രദ്ധ കൊടുത്തില്ല, അതിൻ്റെ കൺസീക്വൻസ് എന്താണെന്നുള്ളതിൻ്റെ ശ്രദ്ധ കൊടുത്തില്ല. അപ്പോൾ എന്തായാലും ഇതും സ്റ്റാർട്ടിങ് അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ബി തന്നെ ആയിരിക്കും ഫസ്റ്റ് ഒന്നാമത് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിയിൽ നിന്നാണ്. ബിയിൽ നിന്ന് തുടങ്ങുന്ന 2 ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്, സിയും ഡിയും. നമുക്ക് അടുത്ത് നോക്കാം. വൺ ഓഫ് ദം കോപ്പിഡ് ആൻഡ് പേസ്റ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് റിക്വയർഡ് ടെസ്റ്റ് ഫ്രം എ വെബ്സൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ അസൈൻ ചെയ്തു, പ്രൊജക്റ്റ് സ്റ്റുഡൻസിന് അസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് സ്റ്റുഡൻസ് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്യുന്നുണ്ടാവുക. ബി കഴിഞ്ഞിട്ട് ഡി ആയിരിക്കും. ഈ കുറച്ച് സ്റ്റുഡൻസിൽ വേണമെങ്കിൽ നമുക്ക് പറയാം വൺ ഓഫ് ദം കോപ്പീഡ്. ഓക്കെ, കുറച്ച് സ്റ്റുഡൻസ് അതിൽ ശ്രദ്ധ കൊടുത്തില്ല, അതിൽ വൺ ഓഫ് ദം കോപ്പീഡ് ആൻഡ് പേസ്റ്റ് എ ലാർജ് പോർഷൻ ഓഫ് ദി റിക്വയർഡ് ടെസ്റ്റ് ഫ്രം എ വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് അറിയാം ഡി കഴിഞ്ഞിട്ട് ഇനി എ വരുള്ളൂ. അപ്പോൾ ബി ഡി എ സി ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ വായിച്ച് നോക്കിയിട്ട് സെൻറ്റൻസ് കറക്റ്റ് ലോജിക്കലായിട്ട് തന്നെ ഓർഡർ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ലോജിക്കലി ഓർഡർ ചെയ്യാനുള്ളത് തന്നെയാണ്. ഗോൾസ് ആർ സെറ്റ് ആൻഡ് റെലവൻറ്റ് ഡാറ്റ ഈസ് കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ്. ഗോൾ സെറ്റ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്തു. അപ്പോൾ എന്തായാലും എന്തിനെക്കുറിച്ചാണെന്നുള്ളത് പറയുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും എ അല്ല, എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എയും ഓപ്ഷൻ ബി. ഇത് രണ്ടും എന്തായാലും അല്ല. കാരണം എന്താ, എ ഒരു സ്റ്റാർട്ടിങ് അല്ല, മനസ്സിലായില്ലേ? കുറച്ച് ഡാറ്റ കളക്ട് ചെയ്തു, അത് അനലൈസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ഡാറ്റ അനലൈസ് ചെയ്തത് എന്നൊന്നും ആദ്യത്തെ ഒരു സെൻറ്റൻസിൽ പറയുന്നില്ല. അപ്പോൾ ഇതെന്തായാലും അല്ല. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇനിയുള്ള 2 ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സിയിൽ നിന്നാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി സി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ സെൻറ്റൻസ്. There are various stages in framing a management strategy and its implementation. ഓക്കെ, ഒരു മാനേജ്മെൻറ്റ് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്റ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ, സ്ട്രാറ്റജീസ് ആർ ഇംപ്ലിമെൻറ്റഡ്. ഓക്കെ, ഇംപ്ലിമെൻറ്റഡ് ആൻഡ് മോണിറ്റേർഡ്. സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതെന്തായാലും ഗോൾസ് ആർ അച്ചീവ്ഡ്. ഓക്കെ, ഇത് ലാസ്റ്റ് ആവാനാണ് ചാൻസ് ഇല്ല. എല്ലാം അച്ചീവ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു ഫൈനൽ സ്റ്റേജ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതെന്തായാലും സാധ്യതയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ വാരിയസ് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞ ശേഷം നമുക്ക് പറയാം ഗോൾസ് ആർ സെറ്റ് ആൻഡ് റെലവൻറ്റ് ഡാറ്റ ഈസ് കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ്. സ്ട്രാറ്റജീസ് ആർ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഡാറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ കിട്ടിയ ഡാറ്റയുടെ ബേസിസിലാണ് സ്ട്രാറ്റജി ഉണ്ടാക്കിയത്. അപ്പോൾ ഡാറ്റ ആദ്യം കളക്ട് ചെയ്തിട്ടേ നമുക്ക് ആ ഡാറ്റയുടെ ബേസിസിൽ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എ ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ബി എന്ന് നമുക്ക് ഷുവറാണ്. അപ്പോൾ ഓക്കെ, എ കഴിഞ്ഞപ്പോൾ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എ കഴിഞ്ഞ ഉടനെ ബി വരുന്നു. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതിയാ. സിയിൽ സ്റ്റാർട്ട് ചെയ്തു, എ കഴിഞ്ഞ ഉടനെ ബി വന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ.